ദൈവം സർവശക്തനായ ദൈവമാണ്. प्रभु सामर्थी परमेश्वर है. ആ ദൈവത്തെ സ്നേഹിപ്പാനും സേവിപ്പാനും ദൈവം അവസരം നൽകിയതോർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. और उस प्रभु को प्रेम करने के लिए, उसकी सेवा काय करने के लिए जो अवसर प्रभु ने दिया, उसके लिए मैं परमेश्वर को धन्यवाद देता हूँ. എൻ്റെ കൂട്ടു സഹോദരങ്ങൾ ഞങ്ങളെ പരിചയപ്പെടുത്തി. और मेरे मित्र ने हम सबका परिचय दिया. ബഹുമാന്യ കർത്തദാസൻ കെ ഒറീസ് പാസ്റ്റും അദ്ദേഹത്തിൻ്റെ പ്രിയ മകൻ സന്തോഷ് പാസ്റ്റും ഞങ്ങൾക്ക് ഒന്നിച്ച് ചേർന്നിരിപ്പാൻ ദൈവം ഒരു അവസരം നൽകി. और प्रभु के दासों के साथ में मिलकर रहने का अवसर प्रभु ने हमें दिया. ആ കുടുംബത്തോടു കൂടെ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും വിശേഷാൽ ഈ നിങ്ങൾ ക്രിസ്തുയേശുവിൻ്റെ സഹോദരങ്ങളെ കാണാൻ ദൈവം എനിക്ക് അവസരം നൽകിയതോർത്ത് ഞാൻ ദൈവത്തിന് स्तोत्र. सभी को देखने के लिए मिलकर प्रभु की महिमा करने का अवसर परमेश्वर ने दिया, उसके लिए मैं प्रभु को धन्यवाद देता हूँ. ഇനി ഞാൻ ഇന്ന് യേശുവിനെ കുറിച്ച് പറയാൻ പോവാ. मैं यीशु के बारे में कुछ बातें बताने जा रहा हूँ. എല്ലാവർക്കും യേശുവിനെ കുറിച്ച് പറയുന്നത് ഇഷ്ടമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. और मैं सोचता हूँ कि आपको सबको पसंद है यीशु के बारे में सुनना. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം യേശുവിനെ കുറിച്ച് പറയുന്നതാണ്. मुझे यीशु के बारे में बोलना बहुत अच्छा लगता है. പറയാൻ കൊള്ളാവുന്ന ഒരാൾ യേശുവേ ഉള്ളൂ. क्योंकि अगर किसी के बारे में बता सकते हैं तो वो यीशु ही है. ഏത് ഭാഗത്തു നിന്ന് സംസാരിച്ചാലും ഒടുവിൽ കരഞ്ഞോണ്ട് തീർക്കാൻ പറ്റും. और कहीं से भी प्रचार आरंभ करो बिना आंसुओं के मैं बात को बंद नहीं कर सकता. കാരണം ഇത്ര പവിത്രനായ ഒരുവനില്ല. क्योंकि उसके तुल्य पवित्र और कोई नहीं. എബ്രായ ലേഖനത്തിൽ പൗലോസ് അങ്ങനെ എഴുതി. इब्रानियों की पत्री में पौलुस ने इस प्रकार से लिखा, അവൻ പവിത്രൻ, वह पवित्र, നിർമ്മലൻ, वह निर्मल. ഓ എത്ര ശ്രേഷ്ഠനായ ഒരുവനെ കുറിച്ചാണ് ഇന്ന് പകൽ നമുക്ക് സംസാരിക്കാൻ കഴിയുന്നത്. कितने अति श्रेष्ठ व्यक्ति के बारे में आज की सुबह हम बातचीत कर पा रहे हैं. ആ കർത്താവിന്റെ നാമത്തെ ഞാൻ ഉയർത്തുന്നു. उस प्रभु के नाम को मैं ऊंचा उठाता हूँ. ആമേൻ. ഞങ്ങൾക്ക് ഒന്നിച്ച് ഇന്നും ദൈവത്തെ സ്തുതിപ്പാൻ അവസരം നൽകുന്നു. അതിന് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ദൈവവചന ഭാഗത്തേക്ക് വരികയാണ്. और प्रभु ने जो अवसर दिया उसके लिए प्रभु को धन्यवाद देते हुए वचन की ओर मैं आना चाहूंगा. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 41-ാമത്തെ വാക്യം. मरकुस रचित सुसमाचार 4था अध्याय और उसका 41वां पद. അവർ ഏറ്റവും ഭയന്നു. वहाँ लिखा है वे बहुत ही डर गए. അവർ ഇങ്ങനെ ചോദിക്കുകയാണ്, ഇവൻ ആരാണ്? और आपस में बोले यह कौन है. मरकुस रचित सुसमाचार 4था अध्याय उसका 41वां पद. ആമേൻ. ഹിന്ദിയിലുണ്ടെങ്കിൽ ഹിന്ദിയിൽ വായിക്കുന്നു നന്നായിരിക്കും. वे बहुत ही डर गए और आपस में बोले ये कौन है कि आंधी और पानी भी उसकी आज्ञा मानते हैं. വളരെ മനോഹരമായ ഒരു ചോദ്യമാണ് നിൽക്കുന്നത്. एक बहुत ही महत्वपूर्ण एक सवाल यहाँ पर है. ഇവൻ ആരാണ്? ये कौन है. ഈ ചില പ്രശ്നം രണ്ടുപേരും നമ്മൾ വഴക്കുണ്ടാകുമ്പോഴാണ് ചോദിക്കുന്നത് ഇവൻ ആരാന്ന്. और जब दो लोग लड़ाई करते हैं तो अक्सर पूछते हैं भैया तू कौन है. സ്നേഹിച്ചിരിക്കുമ്പോൾ ആരും ചോദിക്കാറില്ല. जब आपस में अच्छा रिश्ता होता तब नहीं पूछते कि तू कौन है. പക്ഷെ ഇവിടെ ചോദിക്കുന്ന ചോദ്യം ഇവൻ ആരാന്ന് ചോദിക്കുക. लेकिन यहाँ पर सवाल है यह कौन है. അപ്പോൾ ഇവൻ ആരെന്ന് ചോദിക്കണമെങ്കിൽ ചോദിക്കത്തക്ക ഒരു സാഹചര്യം ഉണ്ടാകണം. और यह कौन है इस प्रकार का एक सवाल कहना है तो ऐसी कुछ परिस्थिति वहां पर हुई जिसने उनको अचंभित कर दिया. അതുകൊണ്ട് അവൻ ആരാന്ന് പറയാൻ പോവുക. और वह कौन है यह मैं बताने जा रहा हूं. അതാണ് നമ്മൾ അറിയേണ്ടതും. और वह हमें जानना है. ആമേൻ. ഈ അധ്യായങ്ങളിൽ इन अध्यायों में യേശു ആരാണെന്ന് പറയപ്പെടുന്നുണ്ട്. यीशु कौन है यह वहां प्रकट हो रहा है. ഇതിൻ്റെ ആരംഭ ഭാഗങ്ങളെ ഒരു ഔട്ട്ലൈൻ ഞാൻ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം കൂടെ ഓർത്തുകൊണ്ട് ഞാൻ ശുശ്രൂഷിപ്പാൻ ആഗ്രഹിക്കുന്നു. और इसकी पृष्ठभूमि को बताते हुए आज के विशेष दिन को भी आपके सम्मुख में बताना चाहूंगा, समझाना चाहूंगा. യഥാർത്ഥത്തിൽ ഇന്നത്തെ ദിവസത്തെ ഞാൻ ഓർത്തത് ഇവിടെ ഗുഡ് ഫ്രൈഡേ ആണെന്ന് പറഞ്ഞത് കേട്ടതുകൊണ്ടാണ്. और जब यहाँ पर कहा गया कि आज गुड फ्राइडे है तब मैंने उस वे में उस तरीके से आज के दिन को स्मरण किया. കാരണം എനിക്ക് എല്ലാ ദിവസവും ഒരുപോലെയാണ്. क्योंकि मेरे लिए हर दिन एक जैसा है. കാരണം എല്ലാ ദിവസത്തിനും 24 മണിക്കൂറേ ഉള്ളൂ. हर दिन में 24 घंटे ही है. അതുകൊണ്ട് എല്ലാ ദിവസവും ഉള്ളതുപോലെ ഒരു ദിവസം തന്നെയാണ് ഈ ദിവസം. तो मेरे लिए हर दिन एक जैसा ही है, कोई अलग दिन नहीं. എന്നാൽ ഇന്ന് ലോകത്തിൽ എല്ലാ ജനത്തിനും लेकिन संसार में लोग മൊത്തത്തിൽ പറയുമ്പോൾ പറയുന്നു ഗുഡ് ഫ്രൈഡേ ആണ്. लोग कहते हैं आज गुड फ्राइडे है. എന്തുകൊണ്ടൊരു ഗുഡ് ഫ്രൈഡേ ആയി? क्यों ये गुड फ्राइडे हुआ. അതാണ് നമ്മൾ ഇന്ന് യേശുവിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരുന്നത്. और इसीलिए मैं आपका ध्यान यीशु मसीह की ओर ले जाना चाहता हूँ. ഈ വചനം പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് യേശു വരും. और जब हम इस वचन को सीखेंगे हमारे हृदय में प्रभु यीशु मसीह आएंगे. അങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു സന്തോഷം വരികയാണ്, നിങ്ങൾക്കൊരു സ്തോത്രമോ ഹല്ലേലൂയോ ഒക്കെ പറയാം. और आपके दिल के अंदर से आपको खुशी महसूस होती है, आप हालेलुया बोल सकते हैं, हाथ उठा सकते हैं, प्रभु को धन्यवाद दे सकते हैं अगर आपको लगता है अंदर से कुछ महसूस होता है. പ്രൈസ് ദി ലോർഡ്. हालेलुया. ഹല്ലേലൂയ. ഈ മർക്കോസിന്റെ സുവിശേഷത്തിൽ
मरकुस के सुसमाचार में ഒരു ഈ ചോദ്യം ചോദിക്കുന്നത് യേശുവിനോട് കൂടെ നടന്ന ശിഷ്യന്മാരാണ്. और यीशु के साथ चलने वाले चेले ये सवाल यीशु से पूछ रहे हैं. യേശു ഇവരെ തെരഞ്ഞെടുക്കുന്നത് यीशु ने जब इन्हें चुना, ഒരു രാത്രി മൊത്തം പ്രാർത്ഥിച്ചിട്ടാ. एक रात भर प्रार्थना करने के बाद में यीशु ने चेलों को चुना. 12 പേരെ തെരഞ്ഞെടുക്കാൻ 12 മണിക്കൂർ യേശു എടുത്തു എന്നുള്ള. 12 लोगों को चुनने के लिए 12 घंटे यीशु ने प्रार्थना की. എന്ന് വെച്ചാൽ ഒരു വ്യക്തിക്ക് വേണ്ടി 1 മണിക്കൂർ യേശു പ്രാർത്ഥിച്ചു. उसका अर्थ है कि एक व्यक्ति के लिए 1 घंटा यीशु ने प्रार्थना किया. നമ്മൾ ഒരു വ്യക്തിക്ക് വേണ്ടി എത്ര സമയം പ്രാർത്ഥിക്കും? हम एक व्यक्ति के लिए कितना समय प्रार्थना करते हैं? കർത്താവേ, സന്തോഷ് പാസ്റ്ററെ അനുഗ്രഹിക്കണേ കർത്താവേ. प्रभु संतोष पास्टर को आशीष देना. ഓ കഴിഞ്ഞു. हो गई प्रार्थना. അടുത്തത് अगला മറ്റൊരാളെ അനുഗ്രഹിക്കണേ. दूसरे व्यक्ति का नाम लेके प्रभु इसको आशीष दे दे. കാരണം നമ്മുടെ പണി കഴിഞ്ഞു. हमारा काम हो गया. പക്ഷെ യേശു लेकिन यीशु ഒരാൾക്ക് വേണ്ടി एक व्यक्ति के लिए 1 മണിക്കൂർ ചെലവഴിക്കുക. 1 घंटा प्रार्थना कर रहा है. അയ്യോ, ഞാൻ ഇന്ന് പ്രസംഗിക്കാൻ പോകുന്ന വ്യക്തി, मैं जिस व्यक्ति के बारे में आज प्रचार कर रहा हूं, ഒരു വ്യക്തിക്ക് വേണ്ടി 1 മണിക്കൂർ ചെലവഴിക്കുക. एक व्यक्ति के लिए 1 घंटा अलग कर रहा है. ഓ, നിങ്ങൾ ഒരു പ്രശ്നത്തിൽ അകപ്പെട്ട ഒരു ഡോക്ടർ അടുത്ത് ചെന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഡോക്ടർ 1 മണിക്കൂർ ചെലവഴിക്കുമോ? आप समस्या में यदि डॉक्टर के पास में जाओगे तो क्या डॉक्टर आपके लिए 1 घंटा निकालेगा? കാരണം അങ്ങനെ ചെലവഴിക്കാൻ പോയാൽ അടുത്ത പേഷ്യന്റ് വന്ന് ഇടിച്ച് പുറത്തെടുക്കും. क्योंकि अगर 1 घंटा वो आपके साथ बिताएगा तो अगला मरीज आकर वो आपको बाहर निकाल देगा. കാരണം നിങ്ങളുടെ പ്രശ്നം കേൾക്കാൻ ആളില്ല. കാരണം നിങ്ങളുടെ പ്രശ്നത്തെ കൂടുതൽ സമയങ്ങൾ ശ്രദ്ധിക്കാൻ ആളില്ല. കാരണം അവർക്ക് അതിനുള്ള സമയം ലഭ്യമാകുന്നില്ല. क्योंकि आपकी सारी बात को सुनने का समय डॉक्टर के पास भी नहीं है, क्योंकि उसके पास उतना समय ही नहीं है. പക്ഷെ നിനക്ക് വേണ്ടി സമയം ചെലവിടാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരുവനാണ് ഞാൻ ഇന്ന് പ്രസംഗിക്കുന്ന നസ്രേനായ യേശു കർത്താവ്. लेकिन मेरे लिए और आपके लिए समय निकाल कर हमारे ऊपर समय खर्च करने की क्षमता रखने वाला है यीशु नासरी, जिसके बारे में हम आज आपको कह रहे हैं. ഒരു രാത്രി മൊത്തം ഇരിക്കുകയാണ്. एक रात भर वो बैठा है. ഓ, സന്തോഷ് പാസ്റ്റർക്ക് വേണ്ടി ഒരു രാത്രി 1 മണിക്കൂർ യേശു പ്രാർത്ഥിക്കുന്നു. आपके लिए 1 घंटा यीशु प्रार्थना कर रहा है. ഓ, ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ എൻ്റെ യേശുവിനെ മഹത്വപ്പെടുത്തുകയാണ്. मेरे यीशु के नाम को मैं महिमा दे रहा हूं. എനിക്ക് സമയമെടുക്കണം, എന്നാലേ എനിക്ക് ശുശ്രൂഷിക്കാൻ പറ്റൂ. ഓക്കെ ഓക്കെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോ എനിക്ക് വേണ്ടി സമയം ചിലവിടുന്ന ഒരു യേശു കർത്താവ്, मेरे लिए समय खर्च करने वाला यीशु मसीह. അപ്പൊ 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഒരു രാത്രി മൊത്തം തന്റെ ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കാൻ പ്രാർത്ഥിക്കുന്നു. रात भर यीशु चेलों के चुनाव से पहले प्रार्थना कर रहा है. അങ്ങനെയാണെങ്കിൽ ഡുങ്കർപൂരിന് വേണ്ടി 1 മണിക്കൂർ പ്രാർത്ഥിക്കാൻ തയ്യാറുള്ളവർ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഹൃദയ കവാടങ്ങൾ തുറക്കപ്പെടട്ടെ. यदि ऐसा है तो डूंगरपुर के लिए 1 घंटा अलग करके प्रार्थना करने के लिए क्या हमारे जीवनों को हम समर्पित कर सकते हैं? അങ്ങനെയുണ്ടെങ്കിൽ ഡുങ്കർപൂരിനകത്തെ അവസാനത്തെ വ്യക്തി വരെ വിടുവിക്കപ്പെടുവോളം ഹായ് പട്ടണത്തിന് നേർക്ക് കുന്തമോങ്ങിയ വ്യക്തിയെ പോലെ നിൽക്കാൻ താല്പര്യമുള്ളവരുണ്ടോ? ഡുങ്കർപൂർ വിടുവിക്കപ്പെടും. प्रियो, यदि मैं और आप समय निकाल कर बोझ के साथ में प्रार्थना करने के लिए तैयार हो जाएंगे, प्रार्थनाओं के उत्तर के स्वरूप प्रभु इस जिले में एक मुलाकात को भेजेगा, लोग रूपांतरित हो जाएंगे. ആമേൻ, हालेलुया. ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെ തെരഞ്ഞെടുത്ത യേശു 1 മണിക്കൂർ പ്രാർത്ഥിച്ച് തെരഞ്ഞെടുത്ത ശിഷ്യന്മാരാണ് യേശുവിനോട് കൂടെയുള്ളത്. आप जरा सोचना, ऐसे प्रार्थना रात भर प्रार्थना करने के बाद में चुने हुए चेले हैं अब यीशु के साथ में. ഒരു സന്ധ്യാസമയം एक सांझ के समय യേശു അവരോട് പറയുകയാണ്, यीशु उनसे कहता है, നമുക്ക് അക്കരെ വരെ പോകണം. आओ हम पार चले. അവരന്ന് പോകുന്നത് ഒരു നദിയിലൂടാണ് പോകുന്നത്. और वो एक नदी में से होके जा रहे हैं. അവർ ആ ഒരു വള്ളത്തിൽ അവർ കയറി वे नाव पे बैठे അവർ നന്നായിട്ട് തുഴയാൻ തുടങ്ങി. और नाव को खेने लगे. യേശു ക്രൂസൈഡൊക്കെ നടത്തുന്ന ആളാണ്. और यीशु बहुत सभाओं को जगह किया हुआ जगह है वो. കർത്താവ് നമ്മളെ പോലെ കർത്താവ് ക്ഷീണിതനാണ്. കാരണം മനുഷ്യത്വത്തിലാണ്, മനുഷ്യനായിട്ടാണ് ജീവിക്കുന്നത്. और यीशु मनुष्य रूप में संसार में था, इसलिए थकान में वो था. അപ്പൊ ശാന്തമായി യേശു ആ വള്ളത്തിൽ കയറി ഒന്ന് ഉറങ്ങി. और वहां पर हम देखते हैं यीशु पिछले भाग में गद्दी पर सो रहा था. ഈ വള്ളം കുറച്ചു ദൂരം അങ്ങ് ദൂരേക്ക് പോയി. और नाव आगे बढ़ रही थी. ആമേൻ, പ്രശ്നമൊന്നുമില്ല. कोई समस्या नहीं.
ഒരു പ്രശ്നവുമില്ല. कोई समस्या नहीं, തുടക്കത്തിൽ ഒരു പ്രശ്നവുമില്ല. आरंभ में कोई समस्या नहीं, सब अच्छा लगता है. കുടുംബജീവിതം തുടങ്ങുമ്പോൾ ഒരു പ്രശ്നവും കാണുകയില്ല. पारिवारिक जीवन आप आरंभ करते हो, सब कुछ अच्छा लगता है. പക്ഷെ വള്ളം ഓടിച്ച് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴാ ഓളം വരുന്നത്. लेकिन नाव जैसे जैसे आगे बढ़ती है, लहरें आपके खिलाफ आती है. എന്ത് പ്രശ്നം, ഏത് കാര്യത്തിലും ആദ്യം തുടക്കത്തിൽ കുഴപ്പമൊന്നുമില്ല. कोई भी बात हो, आरंभ में दिक्कत नहीं आती है. പക്ഷെ അല്പാൽപ്പം വണ്ടി മുന്നോട്ട് നീക്കുമ്പോഴാ പ്രശ്നം. लेकिन थोड़ा थोड़ा जब आप आगे बढ़ते हैं, वहां पर समस्याएं आती है. ആമേൻ. മുന്നോട്ട് പോകുന്തോറും പ്രതിസന്ധികൾ ഏറുമ്പോൾ, और आगे जब जाते हैं, चुनौतियां, बातें विपरीत आती है. പ്രൈസ് ദി ലോർഡ്, ഉള്ളിൽ അറിയാതെ വരുന്നൊരു ഭയമുണ്ട്. बिना जाने ही एक डर हमारे अंदर आ जाता है. തിരമാലകൾ ആ വള്ളത്തിനകത്തേക്ക് ഇരച്ചു കയറാൻ തുടങ്ങി. और जब लहरें नाव के अंदर आने लगी, അവർ നോക്കി, അവരാൽ കഴിയുന്നതൊക്കെ അവർ നോക്കി. और उनसे जो हो सकता था, जो बन पड़ता था, वो सब करने का प्रयास किया. പക്ഷെ അതുകൊണ്ടൊന്നും ആ പ്രശ്നം തീരുന്നില്ല. लेकिन उन बातों से समाधान नहीं हो रहा. അപ്പൊ പെട്ടെന്ന് അവർ യേശുവിനെ തട്ടി ഉണർത്തി. उन्होंने यीशु को जगाया ഏയ്, എന്താ ഇങ്ങനെ കിടക്കുന്നത്? कि आप क्यों सो रहे हैं? ആമേൻ. എഴുന്നേക്ക്, आप उठिए. ഞങ്ങൾ ഇപ്പൊ എല്ലാരും കൂടെ വെള്ളത്തിൽ മുങ്ങാൻ പോവാ. हे गुरु, क्या तुझे चिंता नहीं कि हम नष्ट हुए जाते हैं? അപ്പൊ ഇങ്ങനെ കിടന്നുറങ്ങിയാൽ എങ്ങനാ? ऐसे सोने से कैसे काम चलेगा? യേശുവേ, എന്തെങ്കിലും ഒരു പ്രതിവിധി ചെയ്യണം. यीशु, कुछ न कुछ तू कर. കർത്താവ് എഴുന്നേറ്റു. प्रभु उठा യേശു ആ കടലിനെ നോക്കി. और उस समुद्र को देखा. യേശു ആ കാറ്റിനെ നോക്കി. आंधी को डांटा കാറ്റിനോട് പറഞ്ഞ് അടങ്ങാൻ പറഞ്ഞു. और कहा शांत हो जा. അടങ്ങാൻ പറഞ്ഞപ്പോൾ അടങ്ങി. और जब बोला थम जा, तो वो थम गया. യേശു ആരാണ്? यीशु कौन है? അടങ്ങാൻ പറഞ്ഞാൽ അടക്കുന്നവനാണെന്ന്. जब वो कहता है शांत हो जा, तब शांत करने वाला यीशु. അടക്കാത്തതിനെ അടക്കുന്നവനാണ് യേശു. जो अशांत को शांत करने वाला यीशु. ഡുംഗർപൂരിൽ അടങ്ങാത്തതിനെ അടക്കുന്നവനാണ് യേശു. इस जिले में जो अशांत रहता है, उसे शांत करने वाला है यीशु. ജില്ലയിൽ അടങ്ങാതെ നിൽക്കുന്ന പൈശാചിക ശക്തികളെ അടക്കുന്നവനാണ് യേശു. और उन अंधकार की ताकतें जो आपके खिलाफ आती है, उनको चुप करवाने की सामर्थ रखने वाला है यीशु. അതേ വചനം അയച്ചു ഞാൻ സ്തോത്രം ചെയ്തു പറയുന്നു. ഡുംഗർപൂരിന്റെ കിഴക്കു പടിഞ്ഞാറ് തെക്കു വശത്തു നിന്ന് അടങ്ങാത്ത ശക്തികളെ അടങ്ങൂ. और आज की सुबह आत्मा में मैं घोषणा करना चाहूंगा, पूरा पश्चिम, उत्तर, दक्षिण, चारों दिशाओं में जो अंधकार की ताकतें अशांति को लेकर आती है, यीशु के नाम से शांत हो जाने पाए. യേശു അടങ്ങാൻ പറഞ്ഞപ്പോൾ അടങ്ങുമോ എന്ന് നോക്കിയില്ല. അവൻ അടങ്ങാൻ പറഞ്ഞത് അടങ്ങി. और यीशु ने जब कहा, वैसा वहां हो गया. അപ്പോൾ അത് അടങ്ങി. वो थम गया. ശാന്തത വന്നു. शांति आ गई. ശാന്തത വന്നു. वहां चैन आ गया. യേശുവിന്റെ വാക്കുകൾക്ക് മുമ്പ് ശാന്തത വരും. यीशु के शब्द के सामने एक शांति आ जाएगी. നിന്റെ കുടുംബത്തിൽ ശാന്തത വരും. आपके परिवार में शांति आएगी. ദേശത്തു ശാന്തത വരും. आपके जिले में शांति आएगी. എല്ലാ മണ്ഡലങ്ങളിലും ശാന്തത വരും. जीवन के हर क्षेत्र में आप शांति को अनुभव कर നിന്റെ पाओगे. തലമുറയിൽ ശാന്തത വരും. आपके बच्चों में शांति आएगी. യേശുവിന്റെ ശബ്ദം ശാന്തത വരുത്തുന്നതാ. यीशु मसीह की आवाज आपके जीवन में शांति पहुंचाती है. സങ്കീർത്തനത്തിൽ പറയുന്നു, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലുള്ള ശബ്ദമാണ്. വനങ്ങളെ തോലിരിക്കുന്നു, മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ശബ്ദം. और भजनकार कहता है कि बहते जल की गर्जना के समान है प्रभु की आवाज, और जो आवाज जंगल के अंदर अद्भुत शांति को ले आती है. ശാന്തത വന്നു. शांति आ गई. ശാന്തത വന്നപ്പോൾ चैन जब आ गया, അവർ ചോദിച്ചു, उन्होंने पूछा, അന്യോന്യം നോക്കുക, आपस में देख रहे हैं, ഹേയ്, ഇയാൾ ആരാ? यह कौन है? ഇയാൾ ആരാ? यह कौन है? ഭയങ്കര ഒരു ചോദ്യമാണിത്. बड़ा एक सवाल है. കൂടെ കിടക്കുന്നവനെ തൊട്ടടുത്തിരുന്നവനെ അറിഞ്ഞില്ല. जो साथ में है, जो साथ में रह रहा था, उसको ये नहीं पहचान पाए. നമ്മുടെ തൊട്ടടുത്ത് ഇരിക്കുന്ന യേശുവിനെ തിരിച്ചറിയാൻ അവർ കഴിഞ്ഞില്ല. हमारे संग रहने वाले यीशु को सही रीति से हम पहचान नहीं पाए. ഇന്ന് പലർക്കും വരുന്ന പ്രശ്നം യേശുവിനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. आज बहुत तेरे लोगों के जीवन की समस्या यह है, वे यीशु को भली भांति पहचान नहीं रहे. യേശു ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. यीशु कौन है वे पहचान नहीं पा रहे. അതാണ് ഇന്ന് പകൽ നമ്മൾ യേശുവിനെ തിരിച്ചറിയണം. आज सुबह हमें यीशु को जानना है. ഈ ലോകത്തിൽ നീ എന്തും അറിഞ്ഞില്ലെങ്കിലും ശരി, യേശുവിനെ തിരിച്ചറിയണം. इस संसार में बाकी कोई बात आप नहीं जानो, लेकिन यीशु को आपको जानना है. ആമേൻ. ഹല്ലേലൂയ. हालेलुया. ചേർന്ന് ദൈവത്തിനൊരു മഹത്വം കൊടുക്കാമോ? अपने हाथों को उठा के मिलकर हम प्रभु को स्तुति करें. हालेलुया. ആമേൻ. യേശു ആരാണെന്ന് പരിചയപ്പെടുത്തുകയാണ് അടുത്ത കാര്യങ്ങളിലേക്ക് വരുന്നത്, അധ്യായങ്ങളിലേക്ക് വരുന്നത്. और यीशु कौन है वह वहां पर बताया जाता है. 4:41 ചോദിച്ച ചോദ്യം,
4:41 का वो सवाल। തൻ്റെ കൂടെ ഇരിക്കുന്ന ശിഷ്യന്മാർക്ക് യേശു ആരെന്ന് അറിയുന്നില്ല. साथ वाले चेले नहीं समझ रहे यीशु कौन है। താൻ തെരഞ്ഞെടുത്ത ശിഷ്യന്മാർക്കും യേശു ആരെന്ന് അറിയുന്നില്ല. चुने हुए चेले नहीं जान पा रहे यीशु कौन है। ഇന്നത്തെ ആത്മീയ ലോകത്തിലും ഇതുതന്നെയാണ് പ്രശ്നം. आज आत्मिक संसार में भी यही समस्या है। യേശു ആരെന്നറിയാതെ പോകുന്ന ഒരു ആത്മമണ്ഡലം. एक ऐसा जन समुदाय जो कहते तो हम यीशु के साथ में हैं, लेकिन वे यीशु को पहचान नहीं रहे। യേശുവിനെ യഥാർത്ഥത്തിൽ ശിഷ്യന്മാർക്ക് തിരിച്ചറിയാൻ കഴിയാതിരുന്നെങ്കിലും അവർ മറുകരയെത്തി. अब देखिए, चेले यीशु को भली भांति पहचान नहीं पाए, तो भी यीशु उन्हें उस पार लेकर गया। ഒരു കല്ലറകൾക്കകത്ത് വസിച്ച ഒരു മനുഷ്യൻ അവിടെ നിന്ന് ഓടി യേശുവിന്റെ മുമ്പിലേക്ക് വന്നു. और हम देखते कब्रों से निकलकर एक व्यक्ति जिसमें अशुद्ध आत्मा थी, वो यीशु के पास में आता है। യേശുവിന്റെ മുമ്പിൽ അവൻ വീണു. यीशु के पास में आके वो गिरा എന്നിട്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, और वो पुकारता है, നീ മഹോന്നതനായ ദൈവപുത്രൻ. हे यीशु परम प्रधान परमेश्वर के पुत्र। തന്റെ കൂടെ നടന്ന ശിഷ്യന് തിരിച്ചറിയാൻ കഴിയാത്തത്, ध्यान दीजिएगा, जो बात चेले नहीं समझ पाए थे, കൂടെ നിന്നവന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. जो साथ में थे, वह यीशु कौन है वे नहीं समझ पाए। പക്ഷെ പൈശാചിക മണ്ഡലത്തിൽ വസിച്ചിരിക്കുന്ന ഭൂതാത്മാവിന് തിരിച്ചറിഞ്ഞു അവൻ ആരെന്ന്. लेकिन देखिए, वह व्यक्ति जो कब्रों में रह रहा था, अंधकार के अशुद्ध आत्माओं का दीनता में था, वह कह रहा है, तू परम प्रधान परमेश्वर का पुत्र। ഞങ്ങളിവിടെ വന്നിട്ടുണ്ടെന്ന് ഈ ദേശത്തിന്റെ അധിപതി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. हम यहाँ पर आए हैं, अंधकार की ताकतों को मालूम है। ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് യേശുവിന്റെ പേരിൽ എന്ന് ഈ ദേശത്തിന്റെ ശക്തികൾക്ക് മനസ്സിലായിട്ടുണ്ട്. और यीशु के नाम में हम अगर यहाँ आए हैं, तो अंधकार की ताकतों को भी मालूम है कुछ हलचल हो रहा है। അതോടി വന്ന് യേശുവിന് മുമ്പിൽ വീഴുകയാണ്. और वह आ रहा है, यीशु के पास में आके गिर रहा है। ശിഷ്യൻ അറിയാത്തത് ഇത് വിളിച്ചു പറയുകയാണ്. जो बात चेले नहीं जान पाए, ये अंधकार की ताकतों में ग्रसित व्यक्ति वह कह रहा है, നീ മഹോന്നതനായ ദൈവത്തിന്റെ പുത്രൻ. तू परम प्रधान परमेश्वर का पुत्र है। അപ്പൊ ഒന്നാമത്തെ ഉത്തരം കിട്ടി. पहला उत्तर तू कौन है यहाँ पर मिल रहा है। ഞാൻ ഈ ഭാഗത്ത് അധികം വിശദീകരിക്കുന്നില്ല, പക്ഷേ ഇതിന്റെ വേറൊരു ഭാഗമാണ് ഞാൻ ശുശ്രൂഷയ്ക്ക് കൊണ്ടുവരുന്നത്. और दूसरे एक पद भाग की ओर मैं आपका ध्यान ले जाना चाहूंगा। പക്ഷെ രണ്ടാമത് അടുത്തൊരു കാര്യം പറയുന്നു. अगली एक बात वहां पर वो कहता है, മറ്റൊരു സ്ത്രീ യേശുവിനെ കയറി തൊടുന്നു. दूसरी एक स्त्री यीशु को वस्त्र को छूती है। ആമേൻ. അവളുടെ ശരീരത്തിലേക്ക് യേശുവിൽ നിന്ന് ശക്തി പുറപ്പെടുകയും അവൾ സൗഖ്യമാവുകയും ചെയ്യും. और यीशु से सामर्थ बहती है, और वो स्त्री जिसे लहू बहने का रोग था, वो चंगी हो जाती है। തന്റെ കൂടെ നടന്ന ശിഷ്യൻ ചോദിച്ചു ആരാണെന്ന്. പക്ഷേ ഇപ്പതേ സ്ത്രീ പറയുകയാണ്, യേശുവിനെ സൗഖ്യമാക്കിയ യേശു. साथ में रहने वाले चेलों ने पूछा था यह कौन है, लेकिन देखिए भीड़ में वह स्त्री उसे छूकर कहती है, मुझे चंगा करने वाला यीशु। ഈ അധ്യായത്തിൽ അടുത്ത ഭാഗം വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. ഒരു കുഞ്ഞ് മരണത്തിന്റെ മുമ്പിലൂടെ കടന്നു പോകപ്പെടുമ്പോൾ യേശു മരണത്തിന്റെ കെട്ടഴിച്ച് ആ കുഞ്ഞിനെ എഴുന്നേൽപ്പിക്കുന്നു. और हम देखते हैं कि याईर की पुत्री जो मर चुकी थी, उसे मृत्यु के बंधन से यीशु जिंदा करता है। ശിഷ്യൻ അറിയാത്ത രഹസ്യങ്ങളെ മനസ്സിലാക്കുവാൻ കർത്താവ് അവരെ പഠിപ്പിക്കുന്ന വഴികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. आप देखिए, चेले समझ नहीं पाए थे, लेकिन प्रभु इन मार्गों से होकर इस बात को बता रहा है कि वह कौन है। അത് മൂന്ന് ഭാഗങ്ങളായി ഞാൻ ഒന്നിച്ചു പറയട്ടെ. ഒന്ന്, ഭൂതാത്മാക്കളെ നിയന്ത്രണ വിധേയനാക്കുന്നവൻ. यीशु कौन है? पहला, दुष्ट आत्माओं को जीवनों से आजाद करने वाला यीशु। രണ്ട്, രോഗങ്ങളുടെ മേൽ അധികാരമുള്ളവൻ, രോഗികളെ സൗഖ്യമാക്കുന്നവൻ. दूसरा, बीमारों को चंगा करने वाला यीशु। മൂന്ന്, മരണത്തിൽ നിന്ന് ഉയർപ്പിക്കുന്നവൻ. तीसरा, मृत्यु में से जीवित करने वाला यीशु। ഈ മൂന്ന് സന്ദേശമാണ് യേശു തന്റെ ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തിയത്. और ये तीन विषय यीशु ने अपने चेलों को प्रकट किया। എന്നാൽ लेकिन ലൂക്കോസിന്റെ സുവിശേഷം लूका रचित सुसमाचार 2-ാം അധ്യായം उसका दूसरा अध्याय 11-ാമത്തെ വാക്യം. और 11वां पद। ഇവിടെ മുതലാണ് ഞാൻ ആ ശുശ്രൂഷ ഇവിടെ നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്. और लूका रचित सुसमाचार दूसरे अध्याय 11वें पद से एक विशेष दिशा में मैं आज की सेवकाई को ले जाना चाहूंगा। ആ വാക്യം ഹിന്ദിയിലോ പഠിക്കാം. आज दाऊद के नगर में
तुम्हारे लिए एक उद्धारकर्ता जन्मा है और यही मसीह प्रभु है। ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് തുമാരേലിയെ എന്നാണ്. और यहाँ लिखा है तुम्हारे लिए, ആ സ്ഥാനത്ത് മേരേലിയെ എന്നൊന്ന് ചേർത്ത് വായിച്ചാട്ടെ. और आप पढ़िए पास्टर मेरे लिए, मेरे पीछे बोलिए मेरे लिए, പാസ്റ്റർ ഒന്ന് जोर से बोलिए मेरे लिए ചേർത്ത് പഠിച്ച്. एक उद्धारकर्ता जन्मा है और वह मसीह प्रभु है। യേശു ജനിച്ചത് എനിക്ക് വേണ്ടിയാണ്. यीशु मसीह मेरे लिए जन्म लिया। എനിക്ക് വേണ്ടി ഇതുവരെ ആരും ജനിച്ചിട്ടില്ല. मेरे लिए अभी किसी ने जन्म नहीं लिया। ഓ, നിങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും ജനിച്ചായിട്ട് അറിയാമോ? क्या आपको मालूम है आपके लिए किसी ने जन्म लिया? നിങ്ങൾ ആർക്ക് വേണ്ടി ജനിച്ചേ? आप किसके लिए जन्मे? ഇവിടെ ചോദ്യം നിൽക്കുക. यहां वो सवाल है। പക്ഷേ എനിക്ക് വേണ്ടി ഒരാൾ ജനിച്ചു. लेकिन मेरे लिए किसी ने जन्म लिया। എന്തുകൊണ്ടാണ് നീ യേശുവിനെ സ്നേഹിക്കേണ്ടത്? आप यीशु को क्यों प्रेम करना है? യേശുവിനെ സ്നേഹിക്കേണ്ടതിന്റെ ആവശ്യകത എന്ത്? यीशु को प्रेम करने की जरूरत क्यों है? യേശുവിനെ അറിയുക എന്നതിലേക്കാണ് ഞാൻ കൊണ്ടുവരുന്നത്. यीशु को जानना, उस विषय में मैं आपको ले आ रहा हूं। 3 കാര്യങ്ങളിൽ യേശുവിനെ കുറിച്ച് അറിയിച്ചു ഞാൻ ആദ്യം. 3 बातों को मैंने पहले बताया। ഒന്ന് ഭൂതശക്തികളുടെ മേൽ അധികാരമുള്ളവനായി, पहला दुष्टात्माओं के ऊपर अधिकार पाया हुआ यीशु, രോഗശക്തികളുടെ മേൽ അധികാരമുള്ളവനായി, बीमारी के ऊपर अधिकार पाया हुआ यीशु, മരണത്തിന്മേൽ അധികാരമുള്ളവനായി. मृत्यु के ऊपर विजय दिलाने वाला यीशु। അങ്ങനെയാണെങ്കിൽ അവൻ ജനിച്ചത് എനിക്ക് വേണ്ടിയാണ് ജനിച്ചത്. यदि ऐसा है तो उसका जन्म मेरे लिए हुआ। അവൻ ജനിച്ചത് എനിക്ക് വേണ്ടിയാ. वह मेरे लिए जन्म लिया है। അപ്പൊ എനിക്ക് വേണ്ടി ജനിച്ചവനോട് കൂടെ എനിക്ക് ഒരു സ്നേഹം ഉണ്ടാകണം. और जो मेरे लिए जन्मा है उसके प्रति मेरे अंदर एक प्रेम होना है। ഇവിടെ പറയപ്പെടേണ്ട വിഷയം, യേശുവേ അങ്ങ് എനിക്ക് വേണ്ടി ജനിച്ചത് കൊണ്ട് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. और यहाँ पर होना चाहिए, यीशु आपने मेरे लिए जन्म लिया है इसलिए मैं आपकी स्तुति करता हूँ। ഞാൻ പാടിയത് എന്തുകൊണ്ടാ? എനിക്ക് വേണ്ടി അങ്ങ് ജനിച്ചത് കൊണ്ടാ ഞാൻ പാടി അങ്ങ് മഹത്വപ്പെടുത്തിയത്. मैंने गीत क्यों गाया? वह मेरे लिए जन्मा इसलिए मैंने उसके लिए गीत गाया। ഇതുവരെ ഈ ലോകത്തിൽ എനിക്ക് വേണ്ടി ആരും ജനിച്ചിട്ടില്ല. अभी तक इस संसार में मेरे लिए कोई नहीं पैदा हुआ। എല്ലാവരും ജനിച്ചു, എല്ലാവരും ജനിച്ചു പോയ കൂട്ടത്തിൽ എനിക്ക് വേണ്ടി മാത്രം ജനിച്ചതൊരേ ഒരുവനാണ്. അതിന്ന് ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ യേശുവല്ലാതെ വേറെ ആരുമില്ല. संसार में कई लोगों ने जन्म लिया, लेकिन मेरे लिए यदि किसी ने जन्म लिया तो वह मेरा यीशु मसीह है। इसलिए मैं उससे प्यार करता हूँ, उसकी അതുകൊണ്ട് നീ യേശുവിനെ സ്നേഹിക്കണം. उस कारण से आप यीशु को प्रेम करना है। ആമേൻ. हालेलुया, ഹല്ലേലൂയ. हालेलुया। ആമേൻ. രണ്ടാം ഭാഗം ഞാൻ വേഗം മുന്നോട്ട് കടന്നു പോകുന്നു. दूसरी बात में आगे बढ़ूं। ആമേൻ. ഇതിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ എനിക്ക് പോകേണ്ടതുള്ളത് കൊണ്ട് ഞാൻ വേഗം കടന്നു പോവുകയാണ്. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 3-ാമത്തെ വാക്യം. पहला कुरिन्थियों उसका 15वां अध्याय और उसका 3रा पद में पढ़ूंगा। पहला कुरिन्थियों 15वां अध्याय और उसका 3रा पद। इसी कारण मैंने सबसे पहले तुम्हें वही बात पहुंचा दी जो मुझे पहुंची थी कि पवित्र शास्त्र के वचन के अनुसार यीशु मसीह हमारे पापों के लिए मर गया। हमारे पापों के अल्लाह मेरा पापों के लिए आज हमें कहना है यीशु मसीह मेरे पापों के लिए मर गया। हालेलुया। എനിക്ക് വേണ്ടി ജനിച്ചു, मेरे लिए उसने जन्म लिया, എനിക്ക് വേണ്ടി മരിച്ചു, मेरे लिए वो मर गया, എനിക്ക് വേണ്ടിയാ ജനിച്ചേ, मेरे लिए उसने जन्म लिया। ഓ റബീഷിയാ ശിഖരവാസിയ ഹസ്തനക്ഷരവേ ഖഷം തരാത്രിയ. എനിക്ക് വേണ്ടി ആരും മരിച്ചിട്ടില്ല ഇതുവരെ. मेरे लिए अभी तक कोई नहीं मरा। ഇന്ദിരാ ഗാന്ധി വെടിയേറ്റു മരിച്ചു. गोली से उसकी मृत्यु हुई। അത് ഇന്ത്യയിലെ ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടിയാ മരിച്ചത്. भारत की जनता के लिए उसकी मृत्यु, പക്ഷെ അമേരിക്കക്കാരന് വേണ്ടിയല്ല. अमेरिका वाले के लिए नहीं। പ്രൈസ് ദി ലോർഡ്. രാജീവ് ഗാന്ധി പെരുമ്പുതൂരിൽ വെച്ച് അതെ ബോംബ് ബ്ലാസ്റ്റിൽ മരിക്കപ്പെട്ടു. അത് ഇന്ത്യക്ക് വേണ്ടി മരിച്ചു. राजीव गांधी की मृत्यु हुई, भारत के लिए होगा, പക്ഷേ ശ്രീലങ്കയ്ക്ക് വേണ്ടി മരിച്ചതല്ല. वो श्रीलंका के लिए नहीं मरा। ആമേൻ. എബ്രഹാം ലിങ്കൺ അടിമത്തത്തിനു വേണ്ടി നിർത്തൽ ചെയ്യുന്നതിന് വേണ്ടി ആമേൻ അമേരിക്കയിൽ അത് താൻ വെടിയേറ്റു മരിച്ചു. अब्राहम लिंकन गुलामी के या दासत्व की प्रथा के खिलाफ आवाज उठाने के कारण उसे मारा गया।
പക്ഷെ അത് അമേരിക്കക്കാരന് വേണ്ടി മരിച്ചു. लेकिन वो अमेरिका के गुलामों के लिए था, പക്ഷെ ഇന്ത്യക്കാരന് വേണ്ടി മരിച്ചില്ല. भारत वालों के लिए नहीं. എന്നാൽ എനിക്ക് വേണ്ടി മരിച്ചത് ഒരുവനുണ്ട്, അതെന്റെ യേശു മാത്രമാണ്. लेकिन मेरे लिए यीशु मसीह क्रूस पर मर गया. എനിക്ക് വേണ്ടി മാത്രമാണ് അവൻ മരിച്ചത്. वो मेरे ही लिए वो मर गया. ജനിച്ചത് എനിക്ക് വേണ്ടിയാണെങ്കിൽ मेरे लिए उसने जन्म लिया മരിച്ചത് എനിക്ക് വേണ്ടിയാണ്. और मेरे लिए वो मर गया. അതുകൊണ്ടാണ് ഞാൻ അവനെ സ്നേഹിക്കുന്നത്. उस कारण से मैं उससे प्यार करता हूं. പ്രൈസ് ഗോഡ്. हालेलुया. ജീവിതത്തിൽ ഇന്ന് വരെ എൻ്റെ ഈ കാലഘട്ടങ്ങളിൽ ഇന്ന് വരെ ഞാൻ അന്വേഷിച്ചിട്ട് ഇതുവരെ എനിക്ക് വേണ്ടി മറ്റാരും മരിച്ചതായി ഞാൻ കണ്ടിട്ടില്ല. मैंने जीवन काल में किसी और को नहीं पाया जो मेरे लिए मर गया. ആ മരണത്തിൻ്റെ അവസ്ഥയെ ഓർക്കുന്ന ഒരു ദിവസമാണല്ലോ ഇന്നത്തെ ദിവസം. और यीशु मसीह के क्रूस की मृत्यु को स्मरण करते हैं आज के दिन. ആ യേശുവിനെ അവർ പിടിക്കുകയും കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദിവസമായിട്ടാണല്ലോ ഇന്നത്തെ ദിവസത്തെ കാണുന്നത്. और यीशु मसीह को जब पकड़वाया गया, उसे ले जाया गया, क्रूस पर चढ़ाया गया, उन पदों को लोग याद करते हैं आज के दिन. ഒരാൾ മരിച്ചെന്ന് എങ്ങനെ അറിയാം? एक व्यक्ति की मृत्यु हुई कैसे मालूम होता है? എങ്ങനെ അറിയാം ഒരാൾ മരിച്ചെന്ന്? कैसे मालूम पड़ता है एक व्यक्ति की मृत्यु हुई? ഡോക്ടർമാർ ആരെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാലോ അല്ല നേഴ്സുമാരോട് ചോദിച്ചാൽ അവർ വേണേൽ പറയും. നാടി പിടിച്ചു നോക്കണമെന്നും മൂക്ക് പിടിച്ചു നോക്കണമെന്നൊക്കെയാണ്. എനിക്കറിയില്ല, ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ ഒരു എന്താ പറയണത്, എൻ്റെ ഒരു അറിവ് വെച്ച് ഞാൻ പറയുകയാണ്. और आप डॉक्टर से पूछोगे, नर्स से पूछोगे तो वो बताएंगे एक व्यक्ति की मृत्यु होने के बाद में जब उसकी धड़कन बंद हो जाती, उसकी नब्ज नहीं चलती, वे घोषणा करते कि व्यक्ति मर चुका है. മരിച്ചോന്ന് നോക്കും. वो मरा कि नहीं मरा वो जांच के देखते हैं. എങ്ങനെ മരിച്ചെന്ന് ഉറപ്പിക്കുന്നേ? कैसे वे आश्वस्त करते हैं कि इस व्यक्ति की मृत्यु हो चुकी है? മുമ്പേ പറഞ്ഞതുപോലെ നാടി പിടിച്ചു നോക്കുന്നു, उसकी नाड़ी चेक करते हैं, കണ്ണു പിടിച്ചു നോക്കുന്നു, आंख की पलकों को देखते ചിലപ്പോൾ हैं, ഒരു പക്ഷേ മൂക്ക് പിടിച്ചു നോക്കുന്നു. नाक देखते हैं. ഇതെല്ലാം ശരിയായിരിക്കാം. ये सब सच होगा. പക്ഷെ എൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടെ പറഞ്ഞാൽ, लेकिन यदि मैं बताऊं तो അങ്ങനെയാണോന്ന് എനിക്കറിയില്ല, എൻ്റെ ഭാഷ പറഞ്ഞതാ. मेरी बात में खोलूं, ഞാൻ അന്ന് കുത്തി നോക്കും. मैं उसको मार के देखूंगा അങ്ങനെ കുത്തും. और उसको मानो कुछ भेद दूं. നിങ്ങളാരും കുത്തല്ലേ? आप मत करना. പക്ഷേ ഞാനാണെന്ന് കുത്തി നോക്കും. मैं उसको कुछ चुभा के देखूंगा. കുത്തുമ്പം അനങ്ങാൻ പാടില്ല. वो हिलना नहीं चाहिए. കുത്തിയാൽ അനങ്ങാൻ പാടില്ല. अगर उसको छेदा जाए, चुभाया जाए, वो प्रतिक्रिया नहीं करे तो. യേശുവിനെ മരിച്ചോന്നറിയാൻ അവർ കുത്തി നോക്കി. और यीशु मर चुका है इस बात को आश्वस्त करने के लिए भाले से उसे भेदा गया. കുന്തം കൊണ്ട് കുത്തി. भाले से उसे भेदा गया. കുത്തിയിട്ട് അനങ്ങിയില്ല. भेदा लेकिन वो हिला नहीं. പ്രൈസ് ഗോഡ്. हालेलुया. ഞാൻ സ്നേഹിക്കുന്ന യേശു वो यीशु जिससे मैं प्रेम करता हूं, എൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ और जब वो मेरे भीतर आता है, കുത്തിയാൽ അനങ്ങാത്ത, उसे പ്രതികരിക്കാത്ത, പകരം പ്രതികരിക്കാത്ത റബക്ഷിയാര ध्यान से सुनना. जब यीशु मेरे और आपके जीवन में आ जाता है, जब यीशु मुझ में जीवित रहता है, मेरे खिलाफ कोई भी कुछ भी क्यों न बोले, मैं उसके खिलाफ प्रतिक्रिया नहीं कर पाऊंगा. പ്രൈസ് ഗോഡ്. हालेलुया. എനിക്ക് വേണ്ടി മരിച്ച ഒരു യേശു, मेरे लिए मरा हुआ यीशु. ഇതുകൊണ്ടാണ് പൗലോസ് ലേഖനം എഴുതിയപ്പോൾ, और इसीलिए पौलुस जब पत्री को लिखता है, 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം दूसरा कुरिन्थियों 5-ാം അധ്യായം 5वां अध्याय 14 മുതലുള്ള വാക്യങ്ങളിൽ, 14वें पद से लेकर 14-15 വാക്യങ്ങൾ 14-15 में हम देखते हैं, क्योंकि അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, वहां लिखा है, ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. मसीह का प्रेम हमें विवश कर देता है. യേശുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുകയാണ്. मसीह का प्रेम मुझे विवश कर रहा है. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു. सबके लिए एक मरा. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു. सबके लिए वह एक मरा. ഞാൻ അതിനാണ് ആദ്യം പറഞ്ഞത്, ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യക്ക് വേണ്ടി മരിച്ചു, എല്ലാവർക്കും വേണ്ടിയല്ല മരിച്ചു. मैंने इसलिए पहले बताया कि भारत का प्रधानमंत्री शायद भारत के लिए मर सकता है, പക്ഷെ ഇവിടെ എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു. लेकिन यहाँ लिखा है कि सबके लिए
एक मर गया। പ്രിയ സഹോദര, നിനക്ക് വേണ്ടിയാ യേശു മരിച്ചത്. प्रिय भाई, आपके लिए यीशु मरा। നിനക്ക് വേണ്ടിയാ യേശു മരിച്ചത്. प्रिय बहन, आपके लिए वो मरा। നിനക്ക് വേണ്ടിയാ യേശു മരിച്ചത്. आपके लिए वो मरा। വചനം അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു. वचन कहता है कि सबके लिए एक मरा। ഇത് എഴുതിയിരിക്കുന്നത് പൗലോസ് മറ്റൊരു ഭാഗത്തിലും ആദാമിൽ എല്ലാവരും മരിക്കുന്നു. और पौलुस दूसरे भाग में लिखता है कि आदम में सब एक बार मरते हैं, ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടുന്നു. लेकिन मसीह में सब जीवित होते हैं। ഇവിടെ ഓർപ്പിക്കുകയാണ്, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു. और सबके लिए एक मरा, എല്ലാവരും മരിച്ചു. तो सब मर गए। ഇനിയും ജീവിക്കുന്നെങ്കിൽ, और अब यदि हम जीवित हैं, എനിക്ക് വേണ്ടി മരിച്ചവന് വേണ്ടി ജീവിക്കണം. हम उसके लिए जिएंगे जो हमारे लिए मर गया। ഞാൻ ജീവിച്ചതല്ല, എനിക്ക് വേണ്ടി ജീവിച്ചോണ്ടിരിക്കുകയായിരുന്നു. अभी तक मैं अपने आप के लिए जीवन बिता रहा था। ഞാൻ എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ജീവിച്ചു, मेरी पत्नी के लिए जी रहा था, എന്റെ മകന് വേണ്ടി ജീവിച്ചു, मेरे बच्चों के लिए जी എന്റെ रहा था, മകൾക്ക് വേണ്ടി ജീവിച്ചു, मेरी बेटियों के लिए जी रहा था, നാടിന് വേണ്ടി ജീവിച്ചു. देश के लिए जी रहा था। അല്ല, ഇനിയും ഞാൻ ജീവിക്കുന്നെങ്കിൽ എനിക്ക് വേണ്ടി മരിച്ചവന് വേണ്ടി ജീവിക്കും. लेकिन हमें जो जीवन व्यतीत करना है, उसके लिए जो हमारे लिए मरने के लिए तैयार हो। എത്ര പേർ ഇന്ന് എനിക്ക് വേണ്ടി മരിച്ചവന് വേണ്ടി ജീവിപ്പാൻ തയ്യാറുണ്ട്? कितने लोग आज कहेंगे मैं उसके लिए जीऊंगा जो मेरे लिए मर गया। എനിക്ക് വേണ്ടി മരിച്ചവന് വേണ്ടി ജീവിക്കുവാൻ, वह जो मेरे लिए मर गया उसके लिए जीवन व्यतीत करने के लिए। എന്റെ ജീവൻ ഇനിയും അവന് വേണ്ടി മാത്രമാണ്. मेरा जीवन अब केवल और केवल उसी के लिए। അതുകൊണ്ടാണ് പൗലോസ് ഇങ്ങനെ എഴുതിയത്. और इसीलिए पौलुस लिखता है, ഓ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ തന്നെ വേർപിരിക്കുന്നത് ആര്? मसीह के प्रेम से कौन मुझे अलग कर सकता है? ഉയരത്തിനോ ആഴത്തിനോ ജീവനോ മരണത്തോ കഷ്ടതയ്ക്കോ ആപത്തിനോ വാളിനോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഒന്നിനും എന്നെ യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാൻ കഴിയത്തില്ല. पौलुस कहता है कि कौन हमें मसीह के प्रेम से अलग कर सकता है? क्या ऊंचाई, क्या गहराई, क्या प्रधानताएं, क्या अधिकार, क्या भूखापन, क्या नंगाई, कोई भी बात मसीह के प्रेम से मुझे अलग नहीं कर सकती। ഈ സ്നേഹം കൊണ്ട് എന്നെ ചേർത്ത് ഇണക്കിയിരിക്കുകയാണ്. और इस प्रेम के साथ में मुझे जोड़ दिया है, എനിക്ക് വേണ്ടി മരിച്ചവനെ ആ സ്നേഹത്തിൽ എന്നെ ചേർത്തിണക്കിയിരിക്കുകയാണ്. और उस प्रेम में मेरे को उसने जोड़ दिया। സ്തോത്രം, हालेलुया, ഹല്ലേലൂയ. हालेलुया। അതുകൊണ്ട് ഇനിയും ജീവിക്കുന്നെങ്കിൽ എനിക്ക് വേണ്ടി മരിച്ചവന് വേണ്ടി ജീവിക്കണം. इसीलिए अब जो जीवित में रहूंगा उसके लिए जो मेरे लिए मारा गया। കഴിഞ്ഞ 35 വർഷത്തിന് മുമ്പ് ഞാൻ ജീവിച്ചതെല്ലാം എനിക്ക് വേണ്ടി ജീവിച്ചു. 35 साल तक मैं अपने लिए जिया, പക്ഷെ ഇന്ന് ഞാൻ ജീവിക്കുന്നത് യേശുവിന് വേണ്ടി ജീവിക്കുക. लेकिन आज मैं यीशु मसीह के लिए जिंदा हूँ। എൻ്റെ ജീവിതം മുഴുവനും യേശുവിന് വേണ്ടിയാ. मेरा पूरा जीवन यीशु के लिए। പ്രൈസ് ദി ലോർഡ്. എൻ്റെ മകനേക്കാൾ അധികം ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു. मेरे बच्चों से बढ़कर मैं यीशु से प्यार करता हूँ। എൻ്റെ എല്ലാത്തിനേക്കാൾ അധികം ഞാൻ യേശുവിനെ अन्य സ്നേഹിക്കുന്നു. सारी बातों से बढ़कर मैं यीशु से प्यार करता हूँ। ജീസസ്. हालेलुया। എൻ്റെ മകൻ മരിച്ചു മാറ്റിയിട്ടതാണ്. मेरे बच्चे की मृत्यु हो गई थी, डॉक्टर ने बोला कि अब कुछ नहीं हो सकता, ആ മരണത്തിന്റെ മുമ്പിൽ അവന്റെ മരണം ഞാൻ മുമ്പിൽ കാണുകയാണ്. और मैं उसकी मृत्यु को मेरे आगे देख रहा था। ആ മരണത്തിനകത്തു നിന്ന് അവനെ എഴുന്നേൽപ്പിച്ച് കൊണ്ടുവരുന്ന യേശുവിനെ ഞാൻ നേരിട്ട് കണ്ടതാണ്. और मैंने अपने जीवन में देखा है, मेरा बेटा जो मर गया था, प्रभु ने उसे खड़ा किया, वापस जिंदा किया। അതിനകത്തു നിന്ന് അവനെ എഴുന്നേൽപ്പിച്ച് കൊണ്ടുവരുന്ന യേശുവിനെ ഞാൻ നേരിട്ട് കണ്ടു. और मैंने देखा यीशु ने मेरे बेटे को मृतकों में से जिलाया। ഇന്ന് അവനൊരു എഞ്ചിനീയറാണ്. आज वो एक इंजीनियर है। സ്തോത്രം. हालेलुया। യേശു എന്നെ സ്നേഹിക്കുന്നു, यीशु मुझसे प्यार करता है, നിങ്ങളെയും സ്നേഹിക്കുന്നു. वो आपको भी प्यार करता है। ഈ യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് यीशु के प्रेम में से ഒന്നും നമ്മെ വേർപിരിക്കരുത്. हमें कोई अलग न करने पा। ആ സന്ദർഭത്തിൽ ഞാനും എൻ്റെ വൈഫ് ഒന്നിച്ച് കൈ കൊടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു, मैंने और मेरी पत्नी ने हाथ पकड़कर कहा, കർത്താവേ അങ്ങാണ് എനിക്ക് വലുത്. प्रभु आप यदि बड़े सामर्थ्य है तो എൻ്റെ മകനേക്കാൾ അധികം ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. मेरे बेटे से बढ़कर मैं आपसे प्रेम करता हूँ। എനിക്ക് വിവാഹത്തിന് ശേഷം 10 വർഷം കഴിഞ്ഞ് ദൈവം തന്ന മകനാണ്. हमारी शादी के 10 साल बाद वो बेटा हमें हुआ था। സ്തോത്രം. ഒരു പ്രാർത്ഥന മധ്യേ വെച്ചാണ് അവൻ്റെ മരണത്തിൻ്റെ മുമ്പിലേക്ക് അവൻ വരുന്നത്. एक प्रार्थना के बीच में अचानक उसकी मृत्यु होती है, പക്ഷേ തിരിച്ച് അവനെ ദൈവം എനിക്ക് തന്നു. लेकिन प्रभु ने उसे वापस मेरे हाथ में दिया। അങ്ങനെ ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി. मैंने वहां प्रभु की स्तुति करना आरंभ किया। ഞാൻ എന്താ പറഞ്ഞെന്നറിയാമോ? मैं क्या कह रहा हूँ? എല്ലാത്തിനേക്കാൾ അധികം യേശുവിനെ സ്നേഹിക്കാൻ നമുക്ക് सब കഴിയും. बातों से बढ़कर यीशु को प्यार करना है। എന്തുകൊണ്ട് യേശുവിനെ സ്നേഹിക്കണം? क्यों यीशु को प्यार करना है? എനിക്ക് വേണ്ടി മരിച്ചതുകൊണ്ട്. वह मेरे लिए मर गया इसलिए। മരിച്ചത് മാത്രമല്ല അവൻ ചെയ്തത്,
केवल वो मेरे लिए मरा ही नहीं, അടുത്തത് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 7-ാമത്തെ വാക്യം. यूहन्ना रचित सुसमाचार 16वां अध्याय उसका 7वां पद। तो भी मैं तुमसे सच कहता हूं, मेरा जाना तुम्हारे लिए अच्छा है, क्योंकि यदि मैं न जाऊं तो वह सहायक तुम्हारे पास न आएगा, परंतु यदि मैं जाऊंगा तो उसे तुम्हारे पास भेजूंगा। അപ്പോസ്തല പ്രവൃത്തികൾ 2:11. प्रेरितों का कार्य 2:11। ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതുണ്ട്. നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത് ഈ യേശുവിനെ അവൻ പോകുന്നത് നിങ്ങൾ കണ്ടതുപോലെ, അവൻ അതുപോലെ തന്നെ കണ്ടതുപോലെ. और जो देखो यीशु मसीह ने वहां पर इस प्रकार से कहा कि उन लोगों को, जो गलील के जो लोग थे, जो यीशु के स्वर्गारोहण को देख रहे थे, उनसे उनके सम्मुख घोषणा हुई कि जिस प्रकार से यीशु को तुमने जाते हुए देखा, ठीक इसी प्रकार से। എനിക്ക് വേണ്ടി മരിച്ചത് മാത്രമല്ല, न केवल वो मेरे लिए मरा, എനിക്ക് വേണ്ടി പോയിരിക്കുക. वो मेरे लिए गया, എനിക്ക് വേണ്ടി പോയിരിക്കുക. वो मेरे लिए गया। ചില പിള്ളേർ പറയാറുണ്ട്, പപ്പ എന്ത് ചെയ്യേ, പപ്പ ഗൾഫിൽ പോയതാ. और कई बार अगर पापा बाहर जाते हैं, विदेश जाते हैं, नौकरी में जाते हैं, बच्चे बोलते हैं कि पापा बाहर गए हुए। എന്തിനാ മോനെ പോയത്? क्यों गए हैं? എനിക്ക് വേണ്ടി പോയാ. मेरे लिए गए, എനിക്ക് ഉടുപ്പ് വാങ്ങി തരാൻ, मेरे को कमीज खरीद के देने के എന്നെ लिए, പഠിപ്പിക്കാൻ, मुझे पढ़ाने के लिए, എനിക്ക് ആഹാരത്തിന് വേണ്ടി. मेरे भोजन के लिए। ഒരു കുട്ടി പറയുന്ന വാക്കാ ഞാൻ പറഞ്ഞത്. एक बच्चा ये बात बोलता है, പക്ഷെ ഇവിടെ യേശുവിനെ കുറിച്ച് പറയുകയാണ്, लेकिन यीशु के लिए कहा गया है, മരിച്ചത് മാത്രമല്ല, എനിക്ക് വേണ്ടി പോയിരിക്കുക. वो न केवल मरा, लेकिन वो मेरे लिए गया है। പ്രൈസ് ദി ലോർഡ്. हालेलुया, ഹല്ലേലൂയ. हालेलुया। എനിക്ക് വേണ്ടി പോയിരിക്കുക. वो मेरे लिए गया, പോയത് എനിക്ക് വേണ്ടിയാ. वो मेरे लिए गया है, ജനിച്ചത് എനിക്ക് വേണ്ടിയാ. मेरे लिए जन्म लिया, മരിച്ചത് എനിക്ക് വേണ്ടിയാ. मरा भी मेरे लिए, പോയത് എനിക്ക് വേണ്ടിയാ. और गया भी मेरे लिए, ഇനി വരുന്നത് എനിക്ക് വേണ്ടിയാ. और वो दोबारा आएगा मेरे लिए। റബിയ ശിരഗതര തീമശിയര താരസി നഗുഡ ബാലവക്ഷിയര ഭാസിയ. യോഹന്നാൻ 14 രണ്ടാമത്തെ വാക്യം കൂടെ വായിക്കൂ പ്ലീസ്. यूहन्ना 14 उसका दूसरा पद। मेरे पिता के घर में बहुत से रहने के स्थान हैं, यदि ना होते तो मैं तुमसे कह देता, क्योंकि मैं तुम्हारे लिए जगह तैयार करने जाता हूं। പോയിട്ട് തിരിച്ചു വരും. तीसरा पद कहता है, यदि मैं जाकर तुम्हारे लिए जगह तैयार करूं तो फिर आकर तुम्हें अपने यहां ले जाऊंगा। വരുന്നതും എനിക്ക് വേണ്ടിയാ. वापस आएगा मेरे लिए। എന്തിനാ? क्यों? എന്നെ കൂടെ കൊണ്ടുപോകാൻ. मुझे भी वहां ले जाने के लिए। ഓ ഹല്ലേലൂയ. എന്നെ കൂടെ കൊണ്ടുപോകാൻ വരിക. मुझे भी ले जाने के लिए वह आएगा। പ്രൈസ് ദി ലോർഡ്. हालेलुया। അവൻ വരുന്നതും എനിക്ക്, പോയതും എനിക്ക് വേണ്ടി, വരുന്നതും എനിക്ക് വേണ്ടി, और वह गया भी मेरे लिए, आएगा भी मेरे लिए, എന്നെ കൂടെ കൊണ്ടുപോകാൻ. मुझे भी वहां ले जाने के लिए। ആരെങ്കിലും പറയുമോ പപ്പ എന്നെ കൂടെ കൊണ്ടുപോകണം എന്ന് പറയുമോ? क्या आज कोई कहेगा, पापा मुझे भी आप वहां ले जाना? പ്രൈസ് ഗോഡ്. हालेलुया। യേശുവിനെ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി കൊണ്ടുവന്നതാ. मैंने यीशु का एक परिचय आपके सम्मुख रखा। ചെറുപക്ഷേ നീ ഒരു രോഗിയായിട്ടോ ക്ഷീണിതയായിട്ടോ ഒക്കെ ആയിരിക്കാം വന്നത്. हो सकता है बीमारी के साथ में, थकान के साथ में, कमजोरी में यहाँ आए होंगे। അതൊക്കെ യേശുവിന്റെ കരുണയിൽ നിന്ന് ഒരു പക്ഷേ അത് എടുത്തു മാറ്റിയെന്ന് വരാം. यीशु अपनी दया में वह सब में से आपको बचा सकता है, പക്ഷെ അതിനായിരിക്കരുത് നീ യേശുവിനെ സ്നേഹിക്കുക. लेकिन केवल बीमारी की चंगाई के लिए हमें यीशु के पास नहीं आना है। അതൊക്കെ നിനക്ക് കിട്ടിയെന്ന് വരാം. वह सब आपको मिल जाएगा। ഞങ്ങളിവിടെ വന്നപ്പോ കിടക്കാനെ കൊണ്ട് റൂം തന്നു, और हम यहाँ पर आए, रहने के लिए कमरा दिया, ചായ കിട്ടി, चाय भी मिला, ഭക്ഷണം തന്നു. भोजन भी मिला। അയ്യോ, ഭക്ഷണം കഴിക്കാനല്ല ഞങ്ങൾ കേരളത്തിൽ നിന്ന് വണ്ടി കയറിയത് ഇവിടെ. हम केरल से गाड़ी में बैठकर यहाँ पर खाना खाने के लिए नहीं आए, പിന്നെ അവിടുന്ന് ചായ കുടിക്കാനാണല്ലോ ഞങ്ങൾ ഇവിടെ വന്നത്. वहां से चाय पीने के लिए हम यहाँ नहीं आए, അല്ലേ? नहीं आए उसके, അല്ലല്ല. उसके लिए नहीं आए। എങ്കിൽ यदि ऐसा है तो പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. നമ്മെ അവൻ സ്നേഹിച്ചത്, ആമേൻ, നമ്മളെ ഇവിടെ ഉപേക്ഷിച്ചുവാനല്ല, അവൻ സ്നേഹിച്ചവനെ കൊണ്ടുപോവാൻ അവൻ വരുന്നുണ്ട്. और उसने हमसे इसलिए प्रेम किया कि वो हमें अपने साथ ले जाए, यहाँ छोड़कर जाने के लिए नहीं। പ്രൈസ് ഗോഡ്. हालेलुया। യേശു ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാനാ ഇത്രയും സിമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നത്. और आप सब समझ सको इसलिए मैं सरलता से समझा रहा हूँ। ആക്ച്വലി ഞാൻ ഈ ഒരു വചനം പ്രസംഗിക്കാനല്ല ഉദ്ദേശിച്ചത്.
मैं ये नहीं बोलना चाह रहा था ഈ ഞാൻ പത്രോസിന്റെ ലേഖനത്തിലെ വചനമാ പ്രസംഗിക്കാൻ ഉദ്ദേശിച്ചത്. और मैं दूसरा एक पदभाग बोलना चाह रहा था, അവിടെ ഇരുന്നുകൊണ്ടാണ് ഞാൻ പാസ്റ്ററുടെ പോക്കറ്റിൽ നിന്ന് പേന എടുത്തത്. लेकिन वहां जब बैठा था पेन लिया मैंने അവിടെ വെച്ച് ഞാൻ കർത്താവിന്റെ ഉള്ളിൽ തന്ന കാര്യങ്ങൾ ഞാൻ ഇവിടെ കുറിച്ചിട്ടു. और कुछ आयतों को जो प्रभु ने मुझे दिया मैंने लिख लिया. കർത്താവ് എന്നോട് പറയുന്നത് ഈ വചനം ഇവിടെ പറയണമെന്ന്. और प्रभु मुझे बताया कि ये वचन यहाँ बोलना है, അതുകൊണ്ടാണ് ഞാൻ ഈ വചനം ഇവിടെ और പറഞ്ഞത്. मैंने उन पदों को यहाँ पर बोला. അപ്പോൾ എനിക്ക് വേണ്ടി മരിച്ചവന് വേണ്ടി ഇനി എന്ത് ചെയ്യും? मेरे लिए जो मर गया उसके लिए अब मैं क्या करूंगा? ഞാൻ അവന് വേണ്ടി ജീവിക്കും. मैं अब उसके लिए जीऊंगा. അവന് വേണ്ടി ജീവിക്കുമെങ്കിൽ അവനെ കൊണ്ടുപോകാനായിട്ട് അവൻ വരും തിരികെ. और यदि मैं उसके लिए जीऊंगा तो मुझे दोबारा ले जाने के लिए वह आएगा. പ്രൈസ് ദി ലോർഡ്. ഈ പാപം നിറഞ്ഞ ലോകത്തിൽ ജീവിക്കുമ്പോൾ അവന്റെ പ്രതിനിധിയായി അവനെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ ദൈവം നമുക്ക് കൃപ इस നൽകട്ടെ. पापमय संसार में यीशु मसीह का प्रतिनिधित्व करके जीवन यापन करने के लिए प्रभु अपना अनुग्रह हम पर डालने पाए. എല്ലാവർക്കും വേണ്ടി മരിച്ച യേശുവിനെ ഡുംഗർപൂരിലുള്ള മുഴുവൻ ജനതയ്ക്ക് വേണ്ടിയാണ് യേശു മരിച്ചത്. सबके लिए वह मरा, अर्थात इस जिले के हर व्यक्ति के लिए यीशु ने क्रूस की मृत्यु को सहन किया. പക്ഷേ ആ ജനം അത് അറിഞ്ഞിട്ടില്ല. लेकिन लोगों को वह नहीं मालूम. അവരുടെ മുമ്പിൽ അത് അറിയിക്കുക, യേശു നിങ്ങൾക്കായിട്ടാണ് മരിച്ചതെന്ന് പറയാൻ ദൈവം നിങ്ങളെ ചുമതലപ്പെടുത്തുകയാണ്. लेकिन प्रभु मुझे और आपको जिम्मेदारी देता है ये कि हम बता सके उन लोगों को कि आपके पापों के लिए यीशु क्रूस पर मारा गया. ഈ വചനം മുഴുവനും അവരോട് നിങ്ങൾ പറയണം. और ये बातें हमें उन्हें बतानी है. ഒരു സന്ദേശം നിങ്ങൾക്കോട് പറയാനുണ്ട്. एक संदेश आपको बताना है. നിങ്ങൾക്ക് വേണ്ടി ജനിച്ച ഒരാളുണ്ട്. आपके लिए किसी ने जन्म लिया. ഓ, നിങ്ങൾക്ക് വേണ്ടി മരിച്ച ഒരാളുണ്ട്. आपके लिए वो मारा गया. നിങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ ഒരുവനുണ്ട്. आपके लिए वो जी उठा. നിങ്ങൾക്ക് വേണ്ടി അത് ഉയരത്തിലേക്ക് പോയ ഒരുവനുണ്ട്. और आपके लिए ऊंचा पर उठाया गया है. നിങ്ങളെ തിരിച്ചു വന്ന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്. അവൻ വരും, അവനെ നിങ്ങൾ സ്നേഹിക്കണമെന്ന് और वह നിങ്ങൾ दोबारा പറയണം. आकर आपको अपने साथ ले जाएगा, ऐसा कहा हुआ उस प्रभु से हमें प्रेम करना. ഇത് എല്ലാ ദൈവമക്കളുടെയും ദൗത്യമാണ്. और यह हम सबकी जिम्मेदारी है. ഇവിടെ തിന്നും കുടിച്ചും ആമേൻ ജീവിതം കളഞ്ഞു പോകുന്നതല്ല. केवल खाना पीना इस संसार में कुछ कमाना यह नहीं है. ഈ നശ്വരമായ ലോകത്തിനപ്പുറത്തൊരുക്കുന്ന അദൃശ്യമായ മണ്ഡലത്തിനകത്ത്, കാണാത്ത മണ്ഡലത്തിനകത്ത് ദൈവം നമുക്കായി ഒരുക്കപ്പെടുന്ന ഒരു വീടുണ്ട്. ആ വീട്ടിലേക്കാണ് ഇന്ന് പകൽ നമ്മെ ക്ഷണിക്കുന്നത്. प्रियो, इस नश्वर संसार में जब मैं और आप रहते हैं, हमारा परमेश्वर हमारे लिए एक नगर तैयार कर रहा है, हमारे लिए एक निवास तैयार कर रहा है. उस जीवन यात्रा में प्रभु हमें आगे बढ़ाना चाहता है. ആമേൻ ആമേൻ. ലൂക്കോസ് സുവിശേഷകൻ ഇങ്ങനെ എഴുതി വെച്ചു. लूका ने इस प्रकार से लिखा. 4-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ 4 के 12 में उसने इस प्रकार से लिखा. അത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. इस प्रकार से लिखा, മറ്റൊരുത്തനും രക്ഷയില്ല. और किसी में उद्धार नहीं है. മറ്റൊരുത്തൻ രക്ഷയില്ല, രക്ഷിക്കപ്പെടാൻ और कोई नाम नहीं उद्धार की. ആകാശത്തിന്റെ കീഴിൽ, ഭൂമിയുടെ മുകളിൽ, आकाश के नीचे, पृथ्वी के ऊपर, മനുഷ്യരുടെ ഇടയിൽ मनुष्यों के बीच में മറ്റൊരുത്തനുമില്ല. और कोई नहीं. പ്രൈസ് ദി ലോർഡ്. ഒരൊറ്റ നാമം മാത്രമേ ഉള്ളൂ. एक ही नाम है, അത് യേശുവിന്റെ നാമമാണ്. और वह यीशु मसीह का नाम है. എന്തുകൊണ്ട് യേശുവിന്റെ നാമം മാത്രമേ ഉള്ളൂ എന്ന് പറയുവാൻ? यीशु मसीह का ही नाम है, ऐसा प्रेरितों के कार्य 4:12 में लिखा है. മറ്റൊരു നാമവും ഇല്ലേ? और कोई नाम नहीं. ഇല്ല എന്ന് ബൈബിൾ അസന്നിഗ്ധമായി और പറയുന്നു. बाइबल कहते किसी दूसरे के द्वारा उद्धार नहीं है. എന്തുകൊണ്ടില്ല? क्यों नहीं है? എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം. इब्रानियों 1:3 में हम देखते हैं, അവൻ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി और पाप का समाधान करके ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്തിരുന്നു. और वह स्वर्गीय सिंहासन के पिता के दाहिनी ओर जाकर बैठ गया. പാപത്തിന് പരിഹാരം വരുത്തിയത് ഒറ്റ ഒരാളേ ഉള്ളൂ. और इब्रानियों 1:3 में हम देखते हैं कि पापों को धोकर ऊंचे स्थान पर महामहिम के दाहिने बैठने वाला एक ही व्यक्ति. ഒരു പ്രശ്നത്തിന്റെ പരിഹാരം വരുത്തുവാൻ വേറൊരു വ്യക്തിക്ക് കഴിഞ്ഞെന്ന് വരാം. एक समस्या का समाधान हो सकता है कोई और व्यक्ति आपके जीवन में कर दे. 100 രൂപയ്ക്ക് ഒരു ആവശ്യം നിങ്ങൾക്ക് വരാം. പക്ഷേ ആ 100 രൂപയുടെ ആവശ്യം ഒരുപക്ഷെ ഞാൻ നിങ്ങൾക്ക് 100 രൂപ തന്നാൽ നിങ്ങളുടെ ആവശ്യം നിറവേറ്റപ്പെട്ടെന്ന് വരാം. हो सकता है आपको 100 रुपए की जरूरत है, मैं आपको 100 रुपया दूं, आपकी समस्या का समाधान वहां पर हो सकता है. ആ പ്രശ്നം തീർന്നെന്ന് വരാം. वो समस्या का समाधान हो सकता പക്ഷെ है. മനുഷ്യന്റെ സാർവത്രിക പ്രശ്നമായ പാപത്തിന് പരിഹാരം വരുത്താൻ ആരെ കൊണ്ട് കഴിയും? लेकिन मनुष्य जाति जो पाप के आधिपत्य में है, पाप की गुलामी में है, वहां से कोई और उसे बचा नहीं सकता. ബൈബിൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. बाइबल में लिखा है, അവൻ പാപത്തിന് പരിഹാരം വരുത്തി.
और उसने पाप को धो दिया और उसके पकड़ से जकड़न से लोगों को आजाद कर दिया। പക്ഷേ പഴയ നിയമം ഇങ്ങനെ എഴുതി, पुराने नियम में ऐसा लिखा, ന്യായപ്രമാണത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. व्यवस्थाओं में लिखा है। സാംസ് 49 സങ്കീർത്തനം 49ന്റെ 7-9 വാക്യങ്ങൾ. भजन 49 उसका 7 और 9 के अंदर മനുഷ്യനെ വീണ്ടെടുക്കാൻ കഴിയത്തില്ലെന്ന് ന്യായപ്രമാണം ആണയിട്ട് പറയുകയാണ്. और न्यायिक व्यवस्था के अंदर लिखा है कि मनुष्य को छुड़ाया नहीं जा सकता, മനുഷ്യനെ വീണ്ടെടുക്കുവാൻ കഴിയത്തില്ല. और उसके प्राण की चुनौती भारी है, ऐसा वचनकार कहता है। നിന്നെ രക്ഷിക്കാൻ എന്നെ കൊണ്ടാവില്ലെന്ന് ന്യായപ്രമാണം പറയുകയാണ്. और व्यवस्था कह रही है कि तू बच नहीं सकता, പക്ഷേ ന്യായപ്രമാണം കൈയൊഴിഞ്ഞിടത്ത്, लेकिन जहां पर व्यवस्था हमारे खिलाफ थी ऐसे स्थान में, സിസ്റ്റംസ് കൈയൊഴിഞ്ഞിടത്ത് जहां पर सारी बातें धरी की धरी रह गई, ऐसे समयों ദൈവത്തിന്റെ में വചനം പറയുകയാണ്. परमेश्वर का वचन कहता है, റോമാലേഖനം 8-3 വാക്യം, रोमियो 8 के 3 के अंदर, ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ, जो काम व्यवस्था नहीं कर सकी, ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ जो व्यवस्था नहीं कर सकी, സാധിപ്പിക്കേണ്ടതിന് उसको करने के लिए ദൈവം തന്റെ പുത്രനെ परमेश्वर ने अपने पुत्र को പാപജഡത്തിലും पापमय शरीर की പാപ समानता में ശരീരത്തിലും അയച്ചു. पाप बलि होने के लिए भेजा പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. और शरीर में पाप पर दंड की आज्ञा दी। യേശു കഴിയാത്തതിനെ, മനുഷ്യന് കഴിയാത്തതിനെ, പ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പിക്കേണ്ടതിന്, जो मनुष्य नहीं कर पाया, जो व्यवस्था नहीं कर पाए, उस पाप के बंधन से हमें आजाद करने के लिए യേശു ക്രിസ്തുവിന്റെ ശരീരത്തിലൂടെ പിതാവാം ദൈവം അത് മുഴുവനും നിറവേറ്റി എന്ന ദൈവവചനത്തിനായി ഞാൻ സ്തോത്രം और ചെയ്യുന്നു. यीशु मसीह की क्रूस की मृत्यु के द्वारा मेरे और आपके जीवन में उस दंड में से पूरी रीति से उसने हमें बाहर कर दिया है, ऐसा वचन में देखते हैं। അതുകൊണ്ട് പൗലോസ് ഇങ്ങനെ എഴുതി, और इसीलिए पौलुस ने लिखा, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും കിട്ടിയ യേശുവിനെ കുറിച്ച് പൗലോസ് പറയുകയാണ്. और स्वर्ग में पृथ्वी पर सारा अधिकार पाए हुए यीशु के बारे में पौलुस कहता है। ലേഖനം 1:10 ഇങ്ങനെ 2:10 ഇങ്ങനെ പറയുന്നു. फिलिपियो 2:10 में वो कहता है, जो स्वर्ग में और पृथ्वी पर Yes. और पृथ्वी के नीचे हैं, वे सब यीशु के नाम पर घुटना टेके। Praise the Lord. അവന്റെ നാമത്തിന്റെ മുമ്പിൽ സ്വർലോകരുടെയും उसके नाम के सामने ഭൂലോകരുടെയും स्वर्ग में पृथ्वी पर അധോലോകരുടെയും और पृथ्वी के नीचे भी സകല മുഴങ്കാലും മടങ്ങും. सबके घुटने നീ टिकेंगे। യേശുവെ ഒന്ന് വിളിച്ചേ, अब यीशु के नाम को पुकार कर देखिए, സകലതും മുഴങ്കാലും അടക്കും. सब घुटने टेकेंगे യേശുവിന്റെ നാമത്തിന്റെ മുമ്പിൽ यीशु के नाम के सामने, ആമേൻ, സകലതും മുട്ടുമടക്കും. सब घुटने टेकेंगे। എന്തുകൊണ്ടാ രോഗി സൗഖ്യമാകുന്നത്? क्यों बीमार चंगा होता है? പാസ്റ്ററുടെ മസിലിന്റെ ബലം കൊണ്ടോ? पास्टर के दम से नहीं, അല്ല. വാക്കിന്റെ ബലം കൊണ്ടോ? आपकी बोली के दम से അല്ല. യേശുവിന്റെ നാമത്തിലാണ് സൗഖ്യമാകുന്നത്. यीशु मसीह के नाम में चंगाइयां होती है। എന്തുകൊണ്ട് സൗഖ്യമാകും? क्यों चंगे होंगे? യെസ്, അവൻ പാപത്തിന് പരിഹാരം വരുത്തി ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് അവൻ ഇരിക്കുകയാണ്. उसने पाप का समाधान करके पिता के दाहिनी ओर बैठा है, इसीलिए आज बीमार चंगा होता ഇന്ന് है। യേശു എവിടെ ഇരിക്കുന്നു? आज यीशु कहाँ है? യേശുവിനെ അടക്കി കഴിഞ്ഞതിന് ശേഷം, यीशु को गाड़ने के बाद യേശു ഉയർക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് और यीशु जी उठेगा ऐसा सोचकर മൂന്നാമത്തെ ദിവസം സഹോദരിമാർ കയ്യിൽ സുഗന്ധവർഗവുമായി കല്ലറയിലെത്തി. और हम देखते हैं कि बहन लोग यीशु की शव के ऊपर गंधरस लगाने के लिए वहां पर कब्र के पास में पहुंचे। അവർ യേശുവിനെ കാണാൻ പോയതാണ്. यीशु से मिलने के लिए गए ജീവിച്ചിരിക്കുമെന്ന് കരുതി പോയതല്ല. और जिंदा होगा ये सोचकर नहीं। അവരുടെ കഷ്ടമനുസരിച്ച് അവർ യേശുവിനെ സുഗന്ധമിടാൻ പോയതാണ്. और यीशु के ऊपर सुगंध द्रव्य लगाने के लिए गए थे। അവർക്ക് 3 പ്രശ്നങ്ങളുണ്ട്. उनकी 3 समस्याएं थी। ആ കല്ല് വലുതാണ്. जो चट्टान जो कब्र के सामने रखी थी वो बड़ी थी। അതിനകത്തൊരു മുദ്രയുണ്ട്. उस पर मोहर लगी हुई है। അവിടെ കാവൽ ഉണ്ട്. ഇത് 3 പ്രശ്നമാണ് അവർക്ക്. और वहां पर पहरेदार भी है। 3 समस्या उनके सामने। ഇന്നും ആമേൻ പലർക്കും കല്ല് പ്രശ്നമാണ്. आज भी कईयों के लिए पत्थर एक समस्या है। ചിലർ പറയും അവിടെ തടസ്സമാണ്. लोग कहेंगे वहां रुकावट है, പാസ്റ്റർ അങ്ങോട്ട് പോകല്ലേ, അവിടെ തടസ്സമാണ്. उधर जाएंगे वहां रुकावट है, ഇവിടെ തടസ്സമാണ്. यहाँ रुकावट है, അവിടെ മുദ്രയുണ്ട്. वहां पर मोहर लगी हुई അയ്യോ, है ഇവിടെ കാവൽ നിൽക്കുന്നു. और यहाँ पर पहरेदार भी खड़ा है। എന്നാൽ കാവലിനെയും മുദ്രയെയും കല്ലിനെയും തകർത്ത് लेकिन
उस पहरेदार को और मुहर को ध्वस्त करके അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. वह जी उठा है, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. वह जी उठा है। മനസ്സിലെ പ്രതീക്ഷ കല്ലാരു മാറ്റും. और मन की चिंता थी हमारे लिए पत्थर को कौन ഓ लुढ़काएगा, ഈ കല്ലാരു മാറ്റും. यह पत्थर को कौन ഓ लुढ़काएगा। അകത്ത് സംശയം, अंदर संदेह, അകത്ത് ഭയം, अंदर डर, അകത്ത് അസ്വസ്ഥത. अस्वस्थता, പക്ഷെ യേശു കല്ലും മാറ്റി ഉരുട്ടു മാറ്റിയിരിക്കുകയാണ്. लेकिन यीशु ने उस चट्टान को लुढ़का दिया। അവന്റെ നാമത്തിൽ എല്ലാ കല്ലുകളും ഉരുളും. उसके नाम में हर एक चट्टान लुढ़क जाएगी। അടയ്ക്കപ്പെട്ട വെച്ചിരിക്കുന്ന സുവിശേഷത്തിനെതിരെ അടച്ചു വെക്കുന്ന സർവ്വ കല്ലുകളും യേശുവിന്റെ നാമത്തിൽ ഉരുണ്ടുമാറും. सुसमाचार के खिलाफ आने वाली हर एक चट्टान नुमा बातों को परमेश्वर अपने सामर्थ्य से इंद्रों में हटाएगा। എല്ലാ നിയമത്തിന്റെ മുദ്രകളും ആത്മാവിൽ ഇന്നു പകൽക്കാലം പൊട്ടപ്പെടും. हर प्रकार की मोहरे आत्मा में यीशु के नाम में टूटने पाए। ഇതൊന്നും ഞാൻ മനഃപൂർവ്വം പ്രസംഗിക്കാൻ കൊണ്ടുവന്നതൊന്നും അല്ല. और ये मैं कहीं से सीख के नहीं आया, പക്ഷെ പരിശുദ്ധാത്മാവനിലൂടെ സംസാരിക്കുന്ന ദൈവവചനത്തിന്റെ ശബ്ദമാണ് അവർ വിളിച്ചു പറയുന്നത്. पवित्र आत्मा इन बातों को आज आपके सामने ये घोषणा करवाना चाहता है। കാവൽക്കൂട്ടങ്ങളെ തകർത്തടിച്ച് യേശു ഉയർത്തെഴുന്നേറ്റു. और यीशु मसीह वहां पर मृतकों के बीच में से जी उठा। കാവൽ നിൽക്കുന്നതിന്റെ നടുവിൽ, पहरेदारों के सामने, ആമേൻ, മുദ്രയുടെ നടുവിൽ, मोहर के सामने, കല്ലിന്റെ നടുവിൽ चट्टान को हटाकर ഒരു ഉയർപ്പ് നടക്കുകയാണ്. एक पुनरुत्थान, एक जी उठना है। പ്രതിബന്ധങ്ങളെ തള്ളി മാറ്റി ഒരു ഉയർപ്പ് നടക്കുകയാണ്. रुकावटों को हटाकर वो जी उठा, അവൻ ഉയർത്തു. वो जी उठा। സഹോദരിമാര് കയറി ചെല്ലുകയാണ്. बहन लोग जब वहां गए, അവർ നോക്കുമ്പോ രണ്ട് വെള്ള വസ്ത്രം ധരിച്ച രണ്ടുപേർ അകത്തിരിക്കുന്നു. वहां पे श्वेत वस्त्रधारी दो लोग बैठे हैं। അവർ ചോദിക്കുകയാണ്, ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ എന്തിനാ और അന്വേഷിക്കുന്നത്? वह कहते, जीवते को मृतकों के बीच में क्यों ढूंढ रहे हैं? അയ്യോ, നിങ്ങൾ കല്ലറയിൽ അന്വേഷിക്കുക അല്ല വേണ്ടിയത്. आपको कब्रों में नहीं ढूंढना, കല്ലറകൾ അന്വേഷിക്കുക അല്ല വേണ്ടിയത്. कब्रों में नहीं ढूंढना, കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനെ അന്വേഷിക്കുകയാണ് വേണ്ടിയത്. वहां से जी उठा हुआ है, उससे हमें ढूंढना അവൻ है। ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. वह जी उठा है, യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. यीशु मसीह जी उठा है। എന്തിയെ യേശു ഇവിടെ? अब कहाँ है वह? എവിടെ യേശു? कहाँ है वह? ഞാൻ സൂക്ഷിച്ചു നോക്കുകയാണ്. वो ध्यान से देख रहा है। ഇവിടെ कहाँ? यहाँ നിന്നിൽ, आप में, നിന്നിൽ, आप में, നിന്നിൽ, आप में, നിന്നിൽ, आप में है वह। യേശുവെന്ന് വിളിക്കുന്ന നിന്നിൽ यीशु आप में है आज, അവൻ നിന്നിൽ ജീവിക്കുകയാണ്. आप में जीवित है। തനിയെ അല്ല, आप अकेले नहीं हो, നിന്നോടുകൂടെ അവൻ ജീവിക്കുകയാണ്. आपके साथ वो जिंदा है। നിന്നോടുകൂടെ ജീവിച്ച് आपके साथ जी വാഴ്ചകളെയും प्रधानताओं को, അധികാരങ്ങളെയും अधिकारों को കർത്തൃത്വങ്ങളെയും और प्रधानों को കീഴടക്കി अधीन करके ദൈവരാജ്യത്തിന്റെ മഹത്വത്തെ അവൻ വെളിപ്പെടുത്തുകയാണ്. परमेश्वर के राज्य की महिमा को वो प्रकट कर रहा है। രാജ്യങ്ങളിൽ, ദേശങ്ങളിൽ, ലോകങ്ങളിൽ മുഴുവനും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. राज्यों में, देशों में, इन दिनों में ये बातें हो रही हैं। അവന്റെ നാമത്തിന്റെ മുമ്പിൽ സകലതും കീഴടങ്ങും. उसके नाम के आगे हर एक घुटना टिकेगा। എന്നാണ് കർത്താവാണ് ഇട്ട് പറയുകയാണ്, प्रभु कह रहा है, എന്നാണ് സകല മുഴങ്കാലും മടങ്ങും. सारे घुटने टिकेंगे, എല്ലാ മുഴങ്കാലും മടങ്ങും. सारे घुटने टिकेंगे, ഏത് മുഴങ്കാലും മടങ്ങും. हर घुटना टिकेगा, കാരണം അവൻ രാജാതിരാജാവാണ്, क्योंकि वो राजाओं का राजा है, കർത്താതികർത്താവാണ്, प्रभुओं का प्रभु है, സകലത്തിനും ഇത് ഉന്നതനാണ്. सब बातों में അവന്റെ श्रेष्ठ നാമം है, പരിശുദ്ധമാണ്. उसका नाम पवित्र है। യേശുവിനെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. उस यीशु के नाम को मैं ऊंचा उठाता हूं। എനിക്കറിയാം യേശു ഇവിടെ വന്നിട്ടുണ്ട്. यीशु आज यहाँ है। ഞാൻ ആരെ പ്രസംഗിക്കുന്നു അവൻ ഇവിടെ കാണും. जिसको बारे में मैं प्रचार करता हूं वो यहाँ है। എന്റെ വീട്ടിലെ ഒരു വാക്യം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. मेरे घर में मैंने लिख के रखा है, നീ ആരോടുകൂടെ കൂടുതൽ സമയം ചെലവിടുന്നുവോ आप जिसके साथ में अधिक समय बिताते हैं, നീ അവനെ പോലെ ആയിത്തീരും. आप उसके समान हो നീ जाओ। ആരോടുകൂടെ അധികം സമയം ചെലവഴിക്കുന്നത്, आप अधिक समय जिसके साथ बिताओगे, നീ എന്തിനോടുകൂടെ അധികം സമയം ചെലവഴിക്കുന്നത്, जिसके साथ में अधिक समय बिताओगे, യേശുവിനോട് കൂടെയാണ് അധികം സമയം ചെലവഴിക്കുന്നതെങ്കിൽ നീ യേശുവിനെ പോലെ ആയിത്തീരും. अब यीशु के साथ में अधिक समय बिताओगे, अब यीशु के समान हो जाओगे। യേശു ഇന്ന് ജീവിക്കുന്നത് നിന്നിലാണ്. यीशु आज आप में जिंदा है। ഒരിക്കലെങ്കിലും യേശുവേ, രക്ഷിതാവേ, പിതാവേ, എന്റെ ഉള്ളത്തിലേക്ക് വരണമേ എന്ന് പറയുമ്പോൾ അവൻ നിന്റെ അകത്തൊരു ഇരിപ്പിടമിടുകയാണ്. और जब आप उसको कहते हैं, यीशु मेरे जीवन में तू आ जा, मेरा जीवन में आपके हाथों में सौंपता हूं, वो आपके जीवन में उतर आता है। അന്ന് യെരൂശലേമിലൂടെ അവൻ നടന്നുപോയി. और वो यरूशलेम में से होकर चला ആ വീതികളിലൂടെ സഞ്ചരിച്ചു. और उन गलियारों में
में से होकर गुजरा। തകർന്നും മുറുകിയിരിക്കുന്ന ഹൃദയത്തെ അവൻ കണ്ടു. कुचले हुए टूटे हुए हृदयों को उसने देखा। അതിനകത്ത് ബന്ധിത ബന്ധന്മാരെ അവൻ കണ്ടു. उनके अंदर अंधों को उसने देखा। അവൻ അതിനെ അഴിച്ചുവിട്ടു. उन बंधुओं को खोल दिया उसने। ഇന്ന് അവന് പകരമായി ദൈവം നിന്നെയാണ് ആക്കി വെച്ചിരിക്കുന്നത്. आज उसके स्थान पर प्रभु ने मुझे और आपको स्थापित किया പോകുക, कि हम निकले, യേശുവിന്റെ നാമം പേറി പോകുക, यीशु के नाम में हम आगे कदम बढ़ाए, അഴിക്കുക, പൈശാചിക മണ്ഡലങ്ങളെ और അഴിച്ചുവിടുക. शैतान के बंधन से लोगों को आजाद करने के लिए അവന്റെ ശക്തി, അവന്റെ സ്നേഹം, അവന്റെ കൃപ നിന്നോടുകൂടെ ഇരിക്കും. उसका सामर्थ, उसका बल आपके संग रहेगा। എന്താ തെളിവ്? गवाही क्या ഓ, है? നിനക്കെതിരെയുള്ള ഗ്രാമത്തിലേക്ക് ചെല്ലണം. तुम्हारे सामने वाले गांव में जाना। ഓ, അവിടെ രണ്ട് കഴുതകളെ കെട്ടിയിരിക്കുന്നത് वहां കാണും. पे गधे ये जो बंधी हुई है, ഒരു ഗതയും കെട്ടാറില്ല. कोई गधे को कोई बांध के नहीं रखता, എല്ലാത്തിനെയും അഴിച്ചു വിട്ടേക്കുക. खोल के चढ़ाया जाता है। സാത്താൻ അഴിച്ചു വിട്ടിരിക്കുന്നതിനെയൊക്കെ ഈ ദിവസങ്ങളിൽ അവിടവിടങ്ങളിൽ ചിലതിന്റെ പേരിൽ ചില കുറ്റികളിൽ കെട്ടിയിട്ടിരിക്കുന്നതിനെയൊക്കെ ഈ ദിവസങ്ങളിൽ ആത്മാവിൽ അഴിക്കാനിടയാകട്ടെ. होने देने पाए जिन्हें बांध कर रखा गया है, आत्मा की सामर्थ में उन बंधनों से कईयों को आजाद करने का एक अभिषेक पवित्र आत्मा हमारे ऊपर देने पाए। യേശുവിടെ വന്നിട്ടുണ്ട്. मेरा यीशु यहाँ है, യേശുവിടെ വന്നിട്ടുണ്ട്. मेरा यीशु यहाँ है, मेरा यीशु यहाँ है। मिलकर प्रार्थना करें, सभी लोग प्रार्थना में बने रहे। प्रभु की अद्भुत उपस्थिति आज यहाँ पर है। पवित्र आत्मा जो चाहता है वो यहाँ पर होने पाए। अपने आप को प्रभु के हाथों में समर्पित करें। सभी लोग प्रार्थना करें, सारे बच्चे सभी लोग प्रार्थना बने रहे। हालेलुया, हालेलुया, हालेलुया। हमसे प्रेम करने वाला यीशु यहाँ है, हमसे प्रेम करने वाला यीशु आज यहाँ है। ഒരു സ്ഥലത്ത് ഞാൻ പ്രസംഗിക്കുമ്പോ, ഒരു സ്ഥലത്ത് സൂക്ഷിക്കുമ്പോ അവിടെ എനിക്ക് ഒരു 5 മിനിറ്റ് സൂക്ഷിച്ച് മാത്രമേ ഉള്ളൂ. और एक स्थान पे जब मैं सेवकाई के लिए गया, 5 मिनट का समय था वहां पर। പിന്നെ എനിക്ക് ശുശ്രൂഷിക്കാൻ പറ്റുന്നില്ല. उसके बाद में मैं सेवकाई नहीं कर पा रहा था। 5 मिनट के बाद में ഞാൻ അവിടെ മുഴുവൻ കാലം മടക്കി. मैं वहां घुटने में आ गया। ഞാൻ ഒന്നും പറഞ്ഞില്ല. मैं कहा प्रभु अब बोलने की अनुमति नहीं है। എല്ലാം യേശു പറഞ്ഞു. यीशु ने सब बोल दिया। ആമേൻ. അവരോട് യേശു സംസാരിച്ചുകൊണ്ടിരുന്നു. यीशु उनसे बातचीत करता रहा। പലരും കണ്ട് യേശു അവരരികെ നിൽക്കുന്നത്. यीशु की उपस्थिति को कईयों ने अनुभव किया। ഇന്നും നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ അരികിലേക്ക് യേശു നിൽക്കുന്നത് ചിലരെങ്കിലും നിങ്ങളുടെ ഹൃദയമണ്ഡലങ്ങൾക്കകത്ത് നിങ്ങൾക്ക് കാണാനിടയാകട്ടെ. आज यीशु की करीबी को आप देखने पाए। ഒരു ആത്മമണ്ഡലം നിങ്ങൾക്കായി തുറക്കപ്പെടട്ടെ. आत्मिक आयाम आपके लिए खुलने पाए। ആമേൻ. എല്ലാറ്റിനും വലുത് കർത്താവാണെന്ന് നിങ്ങൾക്ക് അറിയുവാൻ കഴിയട്ടെ. सब बातों में श्रेष्ठ प्रभु है, इस बात को आप जानने पाए। എന്താണ് എനിക്ക് വേണ്ടി ചെയ്തത്, उसने मेरे लिए क्या किया, അതോടെ പറഞ്ഞ് ഞാൻ അവസാനിക്കാം. वो भी बोलकर मैं बंद करूंगा। ദൈവത്തിന് സ്തോത്രം. ആമേൻ. പിന്നെ പ്രാർത്ഥിക്കേണ്ടവർക്ക് നമുക്കല്ലാതെ പ്രാർത്ഥിക്കാം. और फिर बाद में समय मिलेगा तो मैं प्रार्थना करूंगा। ക്രൂശ് മരണത്തെക്കുറിച്ച് നമ്മൾ അറിയേണ്ടത് എന്താണ്? क्रूस की मृत्यु के बारे में हमें क्या समझना है? യേശു എന്താണ് ക്രൂശ് മരണത്തെക്കുറിച്ച് നമ്മൾ അറിയേണ്ടത്? क्रूस की मृत्यु के बारे में हमें क्या समझना है? ഇന്ന് ആളുകൾ ക്രൂശ് തോളിൽ എടുത്തുകൊണ്ട് നടക്കുന്ന ദിവസങ്ങളുണ്ട്. और बहुत लोग क्रूस को उठाकर स्वाभाविक रीति से क्रूस बनाकर उठाकर लोग चलते हैं। ഒരു ഭക്തിയുടെ വേഷത്തിൽ ക്രൂശ് എടുത്തുകൊണ്ട് റോഡിലൂടെ മുട്ടിൽ എഴയുന്നവരുമൊക്കെ ഉണ്ടായിരുന്നു. और बहुत सारे लोग लकड़ी का क्रूस बनाकर सड़कों पे घूमते हैं आज के दिन। എന്നാൽ ഈ പാൻഡമിക് കാലഘട്ടങ്ങളിൽ ഒരുപക്ഷെ പറ്റത്തില്ലായിരിക്കും. लेकिन इस महामारी के दौर में शायद उसकी अनुमति नहीं मिले। പക്ഷെ അങ്ങനെ മനുഷ്യൻ കടന്നു പോകുന്നു. लेकिन लोग इस प्रकार से करते हैं। വിവിധ ഇടങ്ങളിൽ ക്രൂശ് തോളിലെടുത്തുകൊണ്ടൊക്കെ റോഡുകളിലോ മറ്റുള്ളോ ജനം നടക്കാറുണ്ട്. और सड़कों पे रैलियां निकालकर कई लोग इस प्रकार से करते हैं। പക്ഷെ ക്രൂശ് മരണത്തെക്കുറിച്ച് എന്താണ് നമ്മൾ അറിയേണ്ടത്? लेकिन क्रूस की मृत्यु के बारे में वास्तविकता में हमें क्या समझना है? ഒരു വാക്യം കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം ക്ലോസ് ചെയ്യാം. एक वचन और पढ़कर मैं बंद करूंगा। അതിനുശേഷം എൻ്റെ കൂടെയുള്ള കൂട്ടുദാസന്മാർ പ്രാർത്ഥിക്കും.
और फिर हम आपके लिए प्रार्थना करेंगे। ആമേൻ. അവർ നിങ്ങളുടെ മേൽ കരുവൻപിച്ചു പ്രാർത്ഥിക്കും. वे आपके लिए प्रार्थना करेंगे। ആമേൻ. അവർ ക്രിസ്തുവിന്റെ പ്രതിപുരുഷന്മാരാണ്. और वे मसीह के प्रतिनिधि हैं। അവരല്ല നിങ്ങളെ തൊടുന്നത്, അവരിൽ വസിക്കുന്ന ക്രിസ്തുവാണ് നിങ്ങളെ തൊടുന്നത്. वे नहीं, लेकिन मसीह उनमें से होकर आपको स्पर्श करेगा। യേശുവിന് നമ്മളോട് സംസാരിക്കണേൽ ഒരു നാക്ക് വേണം. और यीशु हमसे बात करने के लिए एक जुबान चाहिए। യേശു അക്ഷരികമായി ജീവിച്ചപ്പോൾ അവനെ സംസാരിക്കുവാനായി അവൻ ആളുകളുടെ അടുത്ത് ചെന്ന് നിന്ന് സംസാരിച്ചു. और यीशु जब इस संसार में थे तब लोगों के पास में जाकर उन्होंने बातचीत की। അവൻ ഒരു രോഗിയെ തൊടണമെങ്കിൽ അവൻ അടുത്ത് ചെന്ന് നിന്ന് തൊടാമായിരുന്നു. एक बीमार के पास में जाकर उसे स्पर्श किया उसने। എന്നാൽ ഇന്ന് അവൻ ശരീരത്തിൽ നമുക്ക് കാണുന്ന നിലയിലല്ല. लेकिन आज शरीर में हम उसे नहीं देख रहे। അതുകൊണ്ട് അവൻ ആത്മാവായി നിൽക്കുകയാണ്. वह आत्मा में यहाँ पर है। അതുകൊണ്ട് ആത്മാവിനെ നമുക്ക് കാണുവാനായി കണ്ണുകൾ കൊണ്ട് പറ്റുന്നില്ല. और उस आत्मा को हम इस शारीरिक आंखों से हम देख नहीं पाते। പിന്നെ എങ്ങനെയാണ് യേശുവിനൊന്നും നമ്മളെ തൊടണം? फिर यीशु हमें कैसे स्पर्श करेगा? അതിന് കർത്താവ് ഒരു ശരീരം എടുക്കുകയാണ്. और उसके लिए यीशु एक शरीर को चुनता है। ഒരാളുടെ കൈ കടമെടുക്കുകയാണ്. किसी का हाथ वो लेता है। ജനിക്കാൻ ഒരു അമ്മയുടെ ഉദരം കടമെടുത്തതുപോലെ जिस प्रकार से पैदा होने के लिए एक स्त्री का गर्भ उसने लिया, इस प्रकार से പ്രസംഗിക്കാൻ ഒരു പ്രസംഗപീഠത്തിന് പത്രോസിന്റെ പടക് വാടകയ്ക്ക് എടുത്തതുപോലെ और प्रचार करने के लिए पतरस की नाव को जैसे उसने लिया, वैसे അവന് ശുശ്രൂഷിക്കാൻ ഒരാളുടെ കൈ കടമെടുക്കുകയാണ്. सेवा करने के लिए किसी के हाथ को वो लेता है। സംസാരിക്കാൻ ഒരാളുടെ നാവെടുക്കുകയാണ്. बोलने के लिए किसी का मुंह वो लेता है। നിന്നോട് പറയാനായിട്ട് നിന്റെ അരികിലേക്ക് വരുവാനായിട്ട് രണ്ട് കാലുകൾ അവൻ കടമെടുക്കുകയാണ്. आपके पास में आने के लिए दो पैरों को वो इस्तेमाल करता है। ആമേൻ. അവൻ അടുത്ത് വന്ന് അവരിലിരിക്കുന്ന കർത്താവാണ് നമ്മളെ തൊടുന്നത്. और उसमें रहने वाला यीशु वो हमें स्पर्श करता है। ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. मैं समझ रहा हूं कि आप मेरी बात को समझ पा रहे हैं। ആമേൻ. ക്രൂശ് മരണം എന്തിന്? क्रूस की मृत्यु क्यों? എന്താണ് ക്രൂശ് മരണം നമ്മെ അറിയിക്കുന്നത്? क्रूस की मृत्यु हमें क्या बताती है? 1 പത്രോസ് 3-18 വാക്യം. पहला पत्रस 3:18 में लिखा है। ഇങ്ങനെ എഴുതിയിരിക്കുന്നു. वहां लिखा है, इसलिए कि ക്രിസ്തുവോ मसीह നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് പറഞ്ഞു. 3:18 ആ. इसलिए कि मसीह ने भी अर्थात अधर्मियों के लिए धर्मी ने पापों के कारण एक बार दुख उठाया ताकि हमें परमेश्वर के पास पहुंचाए। എന്നെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന്, हमें परमेश्वर के पास पहुंचाने के लिए, എന്നെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന്, परमेश्वर के पास पहुंचाने के लिए, പിതാവാം ദൈവത്തിന്റെ അരികിൽ നിന്ന് पिता परमेश्वर के पास से പാപം നിമിത്തം പുറത്താക്കപ്പെട്ട മനുഷ്യന്, पाप के निमित्त दूर किए गए मनुष्य को ദൈവത്തിന്റെ പിതാവിന്റെ അരികിലേക്ക് തിരിച്ചു വരാൻ, पिता के करीबी में वापस लाने के लिए, ഏദൻ തോട്ടത്തിന്റെ വാതിൽ അടയപ്പെട്ടപ്പോൾ अदन की वाटिका का द्वार जब बंद कर दिया गया ആ വാതിലിൽ ഒരു കറങ്ങുന്ന വാളുമായി കെരൂബിനെ കാവൽ നിർത്തിയിരിക്കുന്നു. और उस द्वार पर घूमने वाले तलवार के साथ में करूबों को पहरे पर जब बैठा दिया, वहां पर ഒരു ദൂത് കൊടുത്തുവിടാണ് വിടുന്നത്. एक संदेश को देकर भेजता है, ഇനി നിനക്ക് മടങ്ങി വന്ന് ഈ വാളിനിടയിലൂടെ കടന്ന് ജീവവൃക്ഷത്തിന്റെ ഫലം പറിച്ചു തിന്നാം. और यदि तू वापस आएगा तो इस घूमने वाली तलवार का सामना कर कर ही तू भीतर जा सकता है। ആമേൻ. അതൊരു മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല. एक मनुष्य के लिए वो संभव नहीं। ആദാമിന് കഴിയാത്തതിനെ ഒടുക്കത്തെ ആദാമായി രംഗത്ത് വന്ന് जहां पहला आदम पराजित हुआ, आखिरी आदम वहां पर प्रकट हुआ ആ വാളിന്റെ മുമ്പിലേക്ക് അവൻ കയറി ചെല്ലുകയാണ്. और उस घूमने वाली तलवार के सम्मुख वो आता है। ദയയില്ലാത്ത വാള് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. और वो निर्दयी तलवार जब चल रही है, തലങ്ങനെയും വിലങ്ങനെയും വെട്ടുകൊണ്ടു और उसको सीधा आड़ा वो काटता है। ആ ശരീരത്തിൽ നിന്ന് ഒഴുകപ്പെട്ട ചുടിയോര उस शरीर से बहा हुआ लहू അവസാനം വരെയും അവൻ ആ വെട്ടേറ്റു. आखिरी तक उसने उस घाव को सहा। ആ കൽത്തളത്തിൽ ആ വെട്ടുകൾ മാറി മാറിക്കൊണ്ടു. और जब उसने उन जख्मों को सहा, ആ വെട്ടേറ്റ് और उन जख्मों को सहते सहते ശരീരം മൊത്തം മുറിവേറ്റ് उसका शरीर लहूलुहान हो गया ഈങ്ങിയും ചരിഞ്ഞും അത് നിവർന്നും और वह गिरता पड़ता खड़ा हुआ ആമേൻ. അവൻ കേറി മുന്നോട്ട് കടന്നു ചെന്നു. और वो आगे कदम बढ़ाया। ആ ജീവവൃക്ഷത്തിന്റെ ഫലം പറിച്ചു തിന്നു. उस जीवन के वृक्ष के फल को उसने खा लिया। അതുകൊണ്ടാണ് എന്നെ തിന്നുന്നവൻ മൂലം ജീവിക്കും. और इसीलिए वो कहता, जो मुझे खाएगा वो मेरे द्वारा जीवित रहेगा। യേശു നിന്നെ ദൈവത്തോട് അടുപ്പിച്ചു. यीशु ने आपको परमेश्वर के पास पहुंचाया। യേശുവിനൊരു രോഗിയെ സൗഖ്യമാക്കാൻ ഒന്ന് തൊടുക മതിയായിരുന്നു.
यीशु को एक बीमार को छूने के लिए, चंगा करने के लिए छूना पर्याप्त था। കുരുടന് കാഴ്ച കൊടുക്കാൻ കണ്ണേലൊന്ന് തൊട്ടാ മതി. अंधे को आंख देने के लिए स्पर्श काफी था। ആമേൻ. കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുവാൻ യേശുവിനൊന്ന് തൊട്ടാ മതിയായിരുന്നു. कोढ़ी को चंगा करने के लिए यीशु का स्पर्श काफी था। കാനാവിലെ വെള്ളം വീഞ്ഞാക്കുവാൻ യേശുവിനൊരു വാക്ക് പറഞ്ഞാ മതിയായിരുന്നു. काना में उस पानी को दाखरस बनाने के लिए यीशु को केवल एक बात कहना था। പക്ഷെ നിന്നെ രക്ഷിക്കാൻ, लेकिन आपको बचाने के लिए, നിന്നെ പിതാവിനോട് അടുപ്പിക്കാൻ, पिता के साथ में आपके उस रिश्ते को स्थापित करने के लिए, നിനക്ക് സ്വർഗം തരാൻ, आपको स्वर्ग देने के लिए, നിന്റെ നരകം മാറ്റാൻ, नरक से आपको निकालने के നിന്റെ लिए, ശാപം മാറ്റാൻ, आपको श्राप से बाहर നിന്റെ करने के लिए, വേദന മാറ്റാൻ, आपके दर्द को हटाने के നിന്റെ लिए, വഴി അടഞ്ഞെടുത്ത് വഴി തുറക്കാൻ, तेरे लिए द्वार को खोलने के लिए, നിന്നെ പിതാവിന്റെ അരികിലെത്തിക്കാൻ पिता के करीब आपको लाने के लिए, അവൻ നിനക്ക് വേണ്ടിയായി വെട്ടു മുഴുവനും ഏറ്റത്. वह आपके लिए जख्मी हो गया। നിനക്ക് വേണ്ടി ജീവനെ നൽകിയവന് उसने आपके लिए जीवन को दिया, നീ പകരം എന്ത് കൊടുക്കും? आप उसके बदले क्या दोगे? പകരം എന്ത് ചെയ്യും? उसके बदले में क्या दोगे? 10 രൂപയോ 10 रुपया, 100 രൂപയോ 100 रुपया, 50 രൂപയോ 50 रुपया കൊടുക്കുവോ? क्या आप दोगे? അത് വേണ്ട. प्रभु कहता मुझे उसकी जरूरत नहीं है, നിന്റെ പൈസയല്ല വേണ്ടി, तेरा धन नहीं चाहिए मुझे। യേശുവിനും നിന്നെ വേണം. यीशु कहता मुझे तेरी जरूरत है। കൊടുക്കുവോ? क्या आप अपने आप को समर्पित करोगे? കൊടുക്കുവോ? क्या आप अपने आप को सौंपोगे? കൊടുക്കുവോ? क्या आप अपने आप को सौंपोगे? ജീസസ്. हालेलुया। शिखा बरबानमा शिखुरी। നിന്നെ ദൈവത്തോട് അടുപ്പിക്കേണ്ടത്. आपको यीशु के करीब लाने के लिए, പറഞ്ഞാട്ടെ, എന്നെ ദൈവത്തോട് അടുപ്പിക്കേണ്ടത്. कहिए मुझे परमेश्वर के करीब लाने के लिए। മലയാളത്തിലൊരു പാട്ടിന്റെ ഈരടിയുണ്ട്, പകരം ഞാൻ എന്ത് നൽകും. ആ പാട്ടിന്റെ ഈരടി ഹിന്ദിയിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഈ മലയാളത്തിൽ ആ ഒരടി പാട്ട് ഞാൻ പാടുകയാണ്. എന്നിട്ട് ഞാൻ ആ വാക്ക് പറയാം. പകരം എന്തു നൽകും ഞാനിനി. കണ്ടോ, ഒന്നും കൊടുക്കാനില്ല. उसके बदले मैं यीशु को क्या दे सकता? जो यीशु ने मेरे जीवन में किया, उसके बदले मैं उसको क्या दे सकता हूँ? ഒരൊറ്റ വാക്ക് പറയാം. एक ही बात हम कह सकते हैं, കർത്താവേ, ഞാൻ എന്നെ അങ്ങേക്കായി തരുന്നു. प्रभु मैं अपने आप को आपके हाथों में सौंपता हूँ। എൻ്റെ ഈ ശരീരം, मेरा ये शरीर, എൻ്റെ ഈ ജീവൻ, मेरा ये जीवन, എൻ്റെ ആയുസ് मेरी उम्र ഞാൻ നിനക്ക് തരുന്നു. मैं आपको देता हूँ। യേശുവേ, यीशु ആര് പറയും? कौन कहेगा? हालेलुया। ആരാ പറയുന്നത്? कौन कहेगा? അവരുടെ കരങ്ങൾ ഉയർത്തിക്കാട്ടെ. आज की सुबह कौन कहेगा, प्रभु yes. मैं अपना जीवन आपके लिए सौंपना चाहता हूँ, आपकी इच्छा की पूर्ति के लिए। പകരം എൻ്റെ ജീവനെ നൽകുക. जो आपने मेरे लिए किया, എന്നെ उसके നൽകുക. बदले मैं अपना जीवन आपके हाथों में എന്നെ सौंपता हूँ। നൽകുക. मैं अपने आप को सौंपता हूँ। हालेलुया। കണ്ണുകൾ അടച്ചാട്ടെ. अपनी आंखों को बंद करें। കർത്താവിന്റെ ദാസന്മാർ മുൻപോട്ട് വന്നാട്ടെ. हम मिलकर प्रार्थना करने जा रहे हैं। മുൻപോട്ട് വന്നാട്ടെ. हम मिलकर आपके लिए प्रार्थना करने जा रहे हैं। നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്തിലേക്ക് വരികയാണ്. सभी लोग प्रार्थना में जाएं, अपनी आंखों को बंद करें। सभी लोग प्रार्थना में आए। हम अपने आप को प्रभु के हाथों में समर्पित करें। നിങ്ങൾ എന്താണ് തീരുമാനിക്കുന്നത് എനിക്കറിയില്ല. आपके दिल में क्या हो रहा मुझे नहीं मालूम। ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ്. मैं भी आपके समान एक मनुष्य हूँ, പക്ഷേ എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തു लेकिन मेरे अंदर जो मसीह है നിങ്ങളെ കാണുകയാണ്. वो आपको देख रहा है, നിന്റെ അരികെ നിൽക്കുകയാണ്. वो आपके करीब है, നിന്നോട് ചോദിക്കുകയാണ്, वो आपसे पूछता है, മോളെ, बेटी, മകനെ, बेटा, ഞാൻ നിനക്ക് ജീവനെ നൽകിയില്ലേ? मैंने अपना जीवन तेरे लिए दिया, നീ എനിക്ക് എന്ത് തരും? तू मुझे क्या देगा? നീ എനിക്ക് എന്താ തരുന്നത്? तू मुझे क्या देगा? പറയുമോ, അപ്പാ, क्या आप कहेंगे, पिता, ഞാൻ എന്നെ അങ്ങേക്ക് തരുന്നു. मैं अपने आप को आपके हाथों में सौंपता हूँ। ഞാൻ അപ്പനെ ഒത്തിരി വേദനിപ്പിച്ചു. मैंने आपको बहुत दर्द पहुंचाया, അപ്പന്റെ വഴിയിലൂടെ നടക്കാതെ പോയി. आपके मार्गों से मैं नहीं चला, അപ്പനെ അറിയാതെ പോയി. आपको बिना जाने में चलता रहा। അപ്പ എന്നോട് ക്ഷമിക്കണമേ. मुझे क्षमा कर, അപ്പ എന്നോട് ക്ഷമിക്കണമേ. मुझे क्षमा कर। അപ്പ തന്നെ ഓടി വരിക. मैं आपके करीब ही में आता ആ हूँ। കാലിലൊന്ന് കെട്ടിപ്പിടിച്ചാട്ടെ. उस पिता को आप आलिंगन कीजिए, ആ കാലിലൊന്ന് കെട്ടിപ്പിടിച്ചാട്ടെ. पिता को आप आलिंगन कीजिए। ശാന്തമായി ആ ഒരു കാലിൽ മേൽ ഒരു ഉമ്മ കൊടുത്താട്ടെ. आपके दिल की गहराई से उस पिता की करीबी को महसूस कीजिए। ആ കാല് കുടഞ്ഞേച്ച് യേശു പോവുകയില്ല. वो आपको छोड़कर नहीं जाएगा, ആമേൻ. അവന്റെ കൈ നിന്റെ മേലേക്ക് വരും. उसका हाथ आपके ऊपर आएगा। അങ്ങനെയാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. बाइबल में लिखा है, അവൻ അവരെ ബഥാന്യോളം കൂട്ടിക്കൊണ്ടുപോയി. वह उन्हें बेथानिया तक लेकर गया।
അവരോട് ഒന്നിച്ച് വർത്താനം പറഞ്ഞു. उनके साथ बातचीत की സംസാരിച്ച് പോകുമ്പോൾ और बातें करते करते जब वो जा रहा था അവൻ ഉയരത്തിലേക്ക് ഉയർന്നു പൊക്കൊണ്ടിരുന്നു. वह ऊंचाई पर उठा लिया गया. അവന്റെ രണ്ട് കൈകളും തന്റെ ശിഷ്യന്മാരുടെ മുകളിൽ പിടിച്ചു. उसके दोनों हाथ चेलों की ओर बढ़ाकर രണ്ട് കൈകളും ഉയർത്തി ശിഷ്യന്മാരുടെ തലയ്ക്കു മീതെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് और अपने दोनों हाथों को उठाकर അവൻ ഉയരത്തിലേക്ക് കയറിപ്പോയി. वह ऊंचाई पर ऊपर की ओर उठाया जा रहा ഇന്ന് है. പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഇരുന്നു കൊണ്ട് पिता के दाहिनी ओर बैठकर തന്നെ നോക്കുന്ന തന്റെ മക്കളുടെ മീതെ തലയ്ക്കു മീതെ അവന്റെ കൈകൾ വെക്കുകയാണ്. और वह उनके ऊपर अपने हाथों को बढ़ा रहा है. നിങ്ങളുടെ തലയ്ക്കു മീതെ രണ്ട് കൈകൾ വന്നിട്ടുണ്ട്. आपके सिर के ऊपर वे हाथ आज बढ़ रहे हैं. അത് കർത്താവിന്റെ ദാസന്മാരുടെ കൈയായിരിക്കില്ല, പകരം യേശുവിന്റെ കൈയായിരിക്കും. यीशु के हाथ आपके सिरों पर रखे जा रहे ആ हैं. കരം നിങ്ങളുടെ മേൽ വരട്ടെ. वे हाथ आपके सिरों पर आने पाए ഈ ക്ഷണം നിങ്ങളുടെ ജീവിതത്തെ പണിയപ്പെടട്ടെ. और प्रभु आपको बनाने पाए. നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ ധന്യതകളും ആ മണ്ഡലത്തിൽ വരട്ടെ. आपके जीवन के हर क्षेत्र में एक बदलाव. യേശുവിന്റെ നാമത്തിൽ यीशु के नाम में ഇപ്പോൾ നിങ്ങൾ സൗഖ്യമാകട്ടെ. अभी आप चंगे होने पाए. നിങ്ങളുടെ ഉള്ളിൽ സമാധാനം ഉണ്ടാകട്ടെ. आपके अंदर एक शांति आने पाए. നിങ്ങളെ അലട്ടുന്ന സകല രോഗസഗതികളും നിങ്ങളെ വിട്ടുപോകട്ടെ. सारे बीमारी के बंधन से आप आजाद होने पाए. എല്ലാ പൈശാചിക പിന്തുടർച്ചകളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. सारे अंधकार के ताकत से आप आजाद होने पाए. എല്ലാ ദുർശക്തികളും വിട്ടുപോകട്ടെ. हर प्रकार की दुष्टात्मा की ताकत के प्रभाव से आप आजाद होने पाए. ക്രിസ്തുയേശുവിന്റെ സമാധാനം നിങ്ങളുടെ ഉള്ളിൽ വാഴുമാറാകട്ടെ. बस यीशु की शांति आप में राज करने पाए. യേശുവിന്റെ സ്വസ്ഥത നിങ്ങളിലേക്ക് വരട്ടെ. यीशु मसीह का स्वभाव आप में आने पाए. എല്ലാ ഇരുളുകളും വഴിമാറട്ടെ. सारा अंधकार जाने पाए. യേശുവിന്റെ നാമത്തിൽ यीशु के नाम में. യേശുവിന്റെ നാമത്തിൽ यीशु के नाम में. യേശുവിന്റെ നാമത്തിൽ यीशु के नाम में ബലം പ്രാപിക്കപ്പെടട്ടെ. नया बल पाइए. Yes, thank you Holy Spirit. मिलकर प्रार्थना करें अपने आप को प्रभु के हाथों में समर्पित करें. हालेलुया. रिखा बाला बा रिबानमा उडिबानमा लबामा शिखो खाराबानमा शिखो रिबानमा रैडबानमा रबानमा उडडा रबानमा रबामा शिखो रिबानमा लबानमा लबामा शिखो रिबानमा बरागबा शिखरबनबा रिबजनबरबा सदनबा उडारबनबा ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ദൈവകരങ്ങളെ നമ്മെ തന്നെ ഇന്ന് പകൽക്കാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. हम अपने आप को प्रभु के हाथों में समर्पित करें. അവിടുന്ന് നമുക്ക് വേണ്ടി ഹല്യ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുവാനിട വന്നു. वो हमारे लिए मारा गया, गाड़ा गया और तीसरे दिन जी उठा. നമ്മൾ ഇന്ന് കർത്താവിന്റെ ക്രൂശിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. उस क्रूस के सम्मुख हम आ पहुंचे. കർത്താവിന്റെ വചനത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്ന നമുക്ക് വേണ്ടി അവൻ മരണം ആസ്വദിക്കുകയായിരുന്നു. हमारे निमित्त उसने मृत्यु को चख लिया. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ആ മരണത്തിൽ കരഞ്ഞില്ല. हमारा प्रभु उस मृत्यु में समाप्त नहीं ആ हुआ. മരണത്തിൽ അവൻ അയ്യോ എന്ന് നിലവിളിച്ചില്ല. उसने मृत्यु में विलाप नहीं किया. പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നു അവൻ മരണം ആസ്വദിക്കുകയായിരുന്നു. पवित्र आत्मा में लिखा है कि उसने मृत्यु के स्वाद को चखा അവൻ അവന്റെ മരണത്തെ ടേസ്റ്റ് ചെയ്യുകയായിരുന്നു. और उस मृत्यु के स्वाद को उसने चखा. കാരണം എന്നാണെന്നറിയാമോ, നമ്മുടെ ബന്ധനങ്ങൾ അഴിയുന്നത് കണ്ട്, നമ്മുടെ വേദനകൾ മാറുന്നത് കണ്ട്, നമ്മുടെ പാപത്തിന്റെ കുറ്റം ക്ഷമിക്കുന്നത് കണ്ട് ആ വേദനകളെ അവൻ ആസ്വദിക്കുകയായിരുന്നു. जब यीशु क्रूस पर मृत्यु को चख रहा था, പ്രിയ उस സഹോദരൻ, समय वो मुझे और आपको देख रहा था. मेरे और आपके बंधन से उस आजादी को वो देख रहा था और उसको देखते हुए वो दुख को उठा रहा था. അവൻ ദുഃഖത്തോടെയല്ല ആ ക്രൂശ് വഹിച്ചത്, അവൻ സന്തോഷത്തോടെ ഹല്ലേലൂയ ആ ക്രൂശ് വഹിച്ചു. കാരണം അവനെ ക്രൂശ് വഹിപ്പിക്കുവാനുള്ള പ്രേരണ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹമായിരുന്നു. और उसने दुख के साथ में नहीं, लेकिन बड़ी आशा के साथ में क्रूस की मृत्यु को सहन किया ताकि मुझे और आपको उस पिता के करीबी में वो पहुंचा सके. കരുണാസമ്പന്നായ ദൈവമോ നമ്മോടുള്ള മഹാസ്നേഹം നിമിത്തം എന്നാണ് ദൈവവചനത്തിൽ और എഴുതിയിരിക്കുന്നത്. अपनी बड़ी दया की बहुतायत के निमित्त ऐसा वचन में लिखा है. നമുക്ക് ആ കർത്താവിന്റെ ക്രൂശിന്റെ ചുവട്ടിലേക്ക് ഹല്ലേലൂയ ഒന്ന് കടന്നു പോകാനിട വരട്ടെ. उस क्रूस की करीबी में हम आ जाए. നമുക്ക് കർത്താവിനോട് പറയും, കർത്താവെ അങ്ങനെ സ്നേഹിച്ച് അങ്ങന്റെ പാപത്തിന്റെ കുറ്റം ആ ക്രൂശിന്മേൽ പൂർണ്ണമായി തീർത്തു. और प्रभु आपने हमसे प्रेम किया, हमारे पाप की मजदूरी आपने क्रूस पर हमारे निमित्त उठा ली. എന്റെ ബന്ധനങ്ങൾക്ക് എന്റെ ശാപങ്ങൾക്ക് എല്ലാം യേശു ക്രൂശിന്മേൽ പരിഹാരം വരുത്തി. मेरे बंधन के लिए, श्राप के लिए यीशु ने क्रूस की मृत्यु को सहन किया. കർത്താവേ, ഇനി ഞാൻ ഈ ബന്ധനത്തിൽ ജീവിക്കേണ്ടവനല്ല, എനിക്ക് സ്വാതന്ത്ര്യത്തോടെ ജീവിപ്പാൻ
ദൈവം തന്ന സ്വാതന്ത്ര്യം എന്റെ ജീവിതത്തിൽ അനുഭവമാകുവാൻ ഇന്ന് ഞാൻ എന്നെ അങ്ങയുടെ കരങ്ങളിൽ प्रभु സമർപ്പിക്കുന്നു. अब मैं बंधन में जीवन व्यतीत करना नहीं चाहता, आपकी आजादी में स्वतंत्रता में मैं समयों को बिताना चाहता हूं। നമുക്ക് നമ്മുടെ ആ പൂർണ്ണ വിശ്വാസത്തോടെ കർത്താവിന്റെ കരങ്ങളിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാം. संपूर्ण रीति से हम अपने आप को प्रभु के हाथों में सौंपे। ഇന്ന് പകൽ നിങ്ങൾ ഏതൊക്കെ ഭാരത്തിലും വേദനയിലും രോഗത്തിലും എന്തൊക്കെ പ്രതിസന്ധികളാണ് നിങ്ങളെ മുമ്പോട്ട് വിടാതിരിക്കുന്നത്, ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹല്ലേലൂയ കർത്താവിന്റെ ക്രൂശിന്റെ അരികിൽ ചെന്ന് അതെല്ലാം യേശുവിന്റെ സന്നിധിയിൽ ഇറക്കി വെക്കാം. आपके जीवन में जिस भी विपरीत परिस्थितियों से होकर आप गुजर रहे हैं, विश्वास के साथ में यीशु के करीबी में आप आ जाए, उस क्रूस के करीब आप आ जाए। ഹല്ലേലൂയ, വീണും എഴുന്നേറ്റും പോകേണ്ടവരല്ല, ഒരു വിശ്വാസ ജീവിതം ബലത്തോടെ കഴിക്കുവാൻ ദൈവം നമ്മിൽ ആഗ്രഹിക്കുകയാണ്. प्रभु चाहता है कि हम बल के साथ में, सामर्थ के साथ में विश्वास की जीवन यात्रा में हम आगे कदमों को बढ़ा सके। ഏതൊക്കെ പാപങ്ങൾ നമ്മളെ പിന്തുടരുന്നുണ്ടോ, ഏതൊക്കെ പരാജയങ്ങൾ അടിക്കടി വരുന്നുണ്ടോ, ഇന്ന് പകൽ അതിൽ നിന്നൊരു മോചനം കർത്താവ് നമുക്ക് തരും. और जो बातें हमें रोक रही है, हमें भटका रही है, उन विषयों के अंदर प्रभु का एक समाधान, एक उत्तर को हम देखने पाए। കർത്താവിന്റെ വചനം പറയുന്നു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. वचन कहता है कि विश्वास करने वालों के द्वारा ये चिन्ह चमत्कार होंगे। എത്ര പേര് പൂർണ്ണമായിട്ട് കർത്താവിന്റെ സന്നിധി വിശ്വസിക്കുന്നു? ദൈവമേ, कितने लोग विश्वास करने को तैयार हैं? എനിക്ക് ഇവിടുന്ന് ഒരു സ്വാതന്ത്ര്യത്തോടെ ഇന്ന് മടങ്ങണം. प्रभु एक छुटकारे के साथ में, एक स्वतंत्रता के साथ में मैं यहाँ से निकलना चाहता ഞാൻ ഈ ഹോളിൽ നിന്ന് കടന്നു പോകുമ്പോൾ जब मैं अपने घर को യഥാർത്ഥമായ जाऊं, ഒരു സൗഖ്യം പ്രാപിച്ച് ഞാൻ കടന്നു പോകും. एक चंगाई को लेकर मैं यहाँ से जाऊंगा। അങ്ങനെ വിശ്വസിക്കുന്നവർ ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. यदि आप विश्वास करते हैं, आप अपने स्थानों पे खड़े हो जाए, हम आपके लिए प्रार्थना करने जा रहे ഞങ്ങൾ हैं। നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. अपने स्थानों पे खड़े हो जाए, हम आपके लिए प्रार्थना करने जा रहे हैं। എല്ലാവരും അല്പസമയങ്ങളിൽ കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. सभी लोग प्रभु को धन्यवाद देते रहे। നമ്മുടെ കർത്താവിനോട് പറയും, കർത്താവേ, ഞാൻ അങ്ങേ വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഹല്ലേലൂയ പൂർണ്ണമായ ഒരു അത്ഭുതം ഞാൻ അങ്ങിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. आज विश्वास कीजिए प्रभु से कि प्रभु आपके स्पर्श को मैं पाना चाहता हूँ, विश्वास- आप मुझे छूइए पिता। ഞാൻ വിശ്വാസത്തോടെ അങ്ങേ സ്പർശിക്കുവാൻ ആഗ്രഹിക്കുന്നു. विश्वास में आपको मैं छूना चाहता हूँ। ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളുടെ കൈകളൊന്ന് നെഞ്ചത്ത് വെച്ച് ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുത്താട്ടെ. अपना हाथ अपने सीने में रखें और प्रभु से कहे, प्रभु आज के दिन मैं अपना जीवन आपके हाथों में सौंपता हूँ। വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ യേശുവിലൂടെ അങ്ങ് ഞങ്ങളെ മഹാസ്നേഹത്താൽ സ്നേഹിച്ചത് കൊണ്ട് സ്തോത്രം. प्रभु आपके पुत्र के वसीले से आपने हमसे प्रेम किया, पिता के करीबी रिश्ते में हमें पुनः स्थापित किया, उसके लिए हम आपको धन्यवाद देते हैं। കർത്താവേ, അങ്ങയുടെ ജനം അങ്ങയുടെ മുമ്പിൽ വിശ്വാസത്തോടെ ഇപ്പോൾ നിൽക്കുകയാണ്. प्रभु जी विश्वास के साथ में जब हम आपके करीबी में हम आए हैं, കർത്താവേ, ബലഹീനരായ ഞങ്ങളുടെ വാക്കുകൾ കൊണ്ടല്ല, അവരുടെ വിശ്വാസത്തിൽ അവർ കർത്താവിനെ സ്പർശിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഒരു വിടുതൽ വ്യാപരിക്കട്ടെ. प्रभु जी विश्वास के साथ में लोग जब आपके करीबी में आ रहे हैं, एक बड़ा छुटकारा हर एक के जीवन में प्रकट होने पर, അല്ല, ഉടഞ്ഞുപോയ കുടുംബ ജീവിതങ്ങൾ ഇന്ന് പകൽക്കാലം ഒരുമിക്കുമാറാകട്ടെ. जिन परिवारों में दूरियां आ गई है, यीशु मसीह के नाम से उन परिवारों में करीबी एकता आने पाए। In the name of Jesus, കർത്താവേ, ഇന്ന് പകല് ഈ കുഞ്ഞുങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ അവരുടെ ഭവനത്തിനുള്ളിലുള്ള പൈശാചിക ബന്ധനങ്ങൾ പൊട്ടട്ടെ. प्रभु जी जब लोग यहाँ पर खड़े हैं, इनके घरों में शैतान के जो बंधन है, यीशु के नाम से उन बंधनों से ये परिवार आजाद होने पाए। തലമുറകളെ ബന്ധിച്ച് അവരെ മുമ്പോട്ട് വിടാതിരിക്കുന്ന, കുഞ്ഞുങ്ങളെ ക്ഷയിപ്പിക്കുന്ന ക്ഷയത്തിന്റെ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഈ മണ്ണിൽ അലിഞ്ഞു പോകട്ടെ. और परिवारों में, बच्चों में, जवानों में उनको बांधने वाली अंधकार की ताकतें यीशु नासरी के नाम से आज परिवारों से टूटने पाए। മരണ സംബന്ധമായ ക്യാൻസറുകൾ, രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ പൂർണ്ണമായി അപ്രത്യക്ഷമാകട്ടെ. और हर प्रकार की कैंसर की बीमारी को, ऐसी प्राण लेने वाली बीमारियों को यीशु नासरी के नाम से व्यक्ति जीवनों से हम निरस्त करते हैं। കണ്ണുനീർ തോരാതെ ഹല്ലേലൂയ രാത്രിയാമങ്ങളിൽ നിലവിളിക്കുന്ന സഹോദരിമാരുടെ ജീവിതത്തിൽ ഇന്ന് പകൽ ഒരു അത്ഭുതം നടക്കട്ടെ. आंसुओं के साथ में प्रार्थना करने वाली बहनों के जीवन में आज सुबह एक चमत्कार होने पाए।
ഹല്ലേലൂയ ഒന്നും നേടുവാൻ കഴിയാതെ ഹല്ലേലൂയ ഓട്ട സഞ്ചികൾ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ അടഞ്ഞു പോകട്ടെ. जीवन में कुछ हासिल नहीं कर पाए, ऐसे जीवन व्यतीत करने वाले लोगों के जीवन में प्रभु का स्पर्श आने पाए, प्रभु की आशीष उनके जीवन में आने पाए. കർത്താവേ, പാപത്തിന്റെ ബന്ധനങ്ങൾ ഇന്ന് പകൽക്കാലം അഴിഞ്ഞു മാറുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. पाप के बंधन से लोग आजाद होने पाए. കർത്താവേ, നിന്റെ ജനം വളരാതെ പാപ സ്വഭാവങ്ങൾ അവരെ പിടിച്ചു വെച്ചിരിക്കുന്ന എല്ലാ പാപ സ്വഭാവങ്ങളും ഇന്ന് പകൽ യേശുവിന്റെ രക്തത്താൽ പൂർണ്ണമായി ഛേദിക്കപ്പെടട്ടെ. और पाप की गंदगी से यीशु के लहू के द्वारा सुबह लोग आजाद होने पाए. കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങളുടെ ബലഹീനതയിൽ ദൈവത്തിന്റെ കൃപ ആ ഭാഗത്ത് വരട്ടെ. परमेश्वर पिता, आपके बच्चों की दुर्बलताओं के मध्य में आपका अनुग्रह हर एक पर प्रकट होने पाए. അല്ല, പറിച്ചെറിഞ്ഞിട്ടും പോകാതിരിക്കുന്ന പാപപ്രവർത്തികൾ ഇന്ന് നിന്റെ കുഞ്ഞുങ്ങൾ ഇവിടെ താഴെയിട്ടിട്ട് സ്വതന്ത്രരായി പോകുമാറാകട്ടെ. प्रभु जी, हर प्रकार की गलत आदतें जो बार बार लोगों को उलझा रही है, उन गंदगी में से लोग बाहर निकलने पाए. കർത്താവേ, ഇവിടെ നിന്ന് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും സുവിശേഷകന്മാരും ഇടയന്മാരും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ എഴുന്നേറ്റ് വരട്ടെ. प्रभु जी, हम मिलकर घोषणा करते हैं, इन क्षेत्रों में प्रेरित सेवकाई के लोग, भविष्यद्वक्ता की सेवकाई के लोग यीशु नासरी के नाम से निकलने पाए, सेवा में आगे बढ़ने पाए. കർത്താവേ, ഈ ദുംഗപ്പൂർ നോർത്ത് ഇന്ത്യയുടെ ഒരു വലിയ മിഷൻ കേന്ദ്രമായി മാറട്ടെ. प्रभु जी, ये डूंगरपुर उत्तर भारत के लिए आशीष का कारण बनने पाए. കർത്താവേ, ഹല്ലേലൂയ, ഇന്ത്യയുടെ ഉണർവിന് വേണ്ടി ഈ സ്ഥാനത്ത് നിന്ന് ഇവിടെയുള്ള ജനങ്ങൾ, ഇവിടെ ജനിച്ചു വളർന്നവർ കടന്നു പോകുവാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ്. प्रभु जी, भारत में एक आत्मिक जागृति के लिए यहाँ से जवानों को, परिवारों का विश्व राज्यों में ले जाइए. ഈ മണ്ണിന്റെ മേലുള്ള അവസാനത്തെ പൈശാചികന്റെ പിടിയും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ പൊട്ടിപ്പോകട്ടെ. और शत्रु की सारी पकड़ यीशु के नाम से जीवनों से टूटने पाए. എല്ലാവരും കർത്താവിനെ കരങ്ങളെ അടിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. तालियां बजा के प्रभु की स्तुति कीजिए. ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, the name of Jesus. Hallelujah. La shalabana makori bana marida bana. ഹല്ലേലൂയ, കർത്താവിനെ വ്യക്തമായി ഇപ്പോൾ ഒരു ദർശനം കാണിക്കുകയാണ്. प्रभु एक दर्शन दिखा रहा है. ഹല്ലേലൂയ, ഒരു മനുഷ്യന്റെ അറയിൽ നിന്ന് ഒരരക്കെട്ടഴിഞ്ഞവൻ നഗ്നനാകുന്ന പോലെ ഈ ദേശത്തെ അന്ധകാര ശക്തിയുടെ കെട്ട് അവന്റെ അരക്കെട്ടഴിഞ്ഞ് അവൻ നഗ്നനായി പോകുന്നത് യേശുവിന്റെ നാമത്തിൽ കാണുന്നു. प्रभु का आत्मा बता रहा है, शत्रु अपनी योजनाओं में परास्त होकर, शर्मिंदा होकर जाता हुआ एक दृश्य पवित्र आत्मा आज बता रहा है. ഹല്ലേലൂയ, ദൈവ രാജ്യത്തിനെതിരെ നിൽക്കുന്ന വ്യക്തികൾ ഈ ദിവസങ്ങളിൽ സ്പോർട്സ് ചെയ്ത് അവരെ കുറ്റക്കാരായി മുമ്പിൽ കൊണ്ടുവരുന്ന ഒരു ദൈവ പരിപാടി വരുന്ന ദിവസങ്ങളിൽ കാണാൻ പോവുകയാണ്. परमेश्वर का आत्मा आने वाले दिनों में स्पष्ट सबूतों के साथ में कुछ बातों को लेकर आएगा, जहां पर हम मिलकर प्रभु में आनंदित हो सकेंगे. किस प्रकार से प्रभु शत्रु को परास्त करता है उसे हम देख पाएंगे. അതെ, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഇവിടെ ദൈവസഭയ്ക്കെതിരെ ഹല്ലേലൂയ രഹസ്യമായി കൂടുന്ന ചില കൂട്ടങ്ങളുണ്ട്. അവർ നഗ്നരായി പത്രങ്ങളിൽ വരുവാൻ പോകുകയാണ്. परमेश्वर का आत्मा कह रहा, प्रभु के लोगों के खिलाफ योजनाएं बनाने वालों को परमेश्वर उनका पर्दाफाश करने का समय आ पहुंचा. ഒരു ദിവസം കൊണ്ട് അവന്റെ അധികാരം യേശുവിന്റെ നാമത്തിൽ തകർന്ന് അവൻ ഏതുമല്ലാത്തവനായി ഈ ദുംഗർപൂർ വിട്ടുപോകുന്നെന്ന് ദൈവത്തിന്റെ ആത്മാവ് പ്രഖ്യാപിക്കുകയാണ്. परमेश्वर कुछ बदलावों को इन क्षेत्रों में, इन दिनों में लाने जा रहा है, जहां पर हम मिलकर प्रभु की योजनाओं को पूरा होते हुए देख അല്ലെ, पाएंगे. ദൈവത്തിന്റെ ദാസന്മാരായി ഞങ്ങൾ ഒരുമിച്ച് ദൈവം തന്ന ദർശനത്തെ ഹല്ലേലൂയ ഇവിടെ ഉയർത്തി യേശുവിൻ നാമത്തിൽ പ്രഖ്യാപിക്കുന്നു. और जो दर्शन हमने देखा यीशु मसीह के नाम में, उसको यहाँ पर हम स्थापित करके मांगते हैं. ഇവിടുത്തെ ഹല്ലേലൂയ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ദൈവിക ആരാധന കേന്ദ്രങ്ങളായി മാറുന്നത്
വിശ്വാസി കണ്ടുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. पूरब में, पश्चिम में, उत्तर में, दक्षिण में, चारों दिशाओं में आराधकों के समूहों को विश्वास में देखकर आज प्रभु की आराधना कीजिए. सत्य और आत्मा में आराधना करने वाले समूहों को पवित्र आत्मा इंद्रों में स्थापित करने पाए. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया. എല്ലാ കരങ്ങളെ ഉയർത്തി കരങ്ങൾ അടിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്ത് ദൈവിക हाथों को വിടുതല उठाकर കേൾക്കണം. तालियां बजाकर आत्मा में आनंदित हो जाए, आत्मा में आनंदित हो जाए, आत्मा में चंगाई को, आत्मा में छुटकारे को आज यीशु में स्वीकार कीजिए. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങയെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. परमेश्वर पिता, हम आपके नाम को ऊंचा उठाते हैं. കർത്താവേ, ഈ ദേശത്തെ ഹല്ലേലൂയ നേതാക്കന്മാരുടെ ഒരു നിര ഈ സഭയ്ക്കുള്ളിൽ വിശ്വാസത്തിൽ ഞങ്ങൾ കാണുകയാണ്. परमेश्वर कई प्रमुख लोगों को आपके प्रेम की ओर इंद्रियों में आकर्षित कीजिए. विश्वास की आंखों से आज की सुबह ऐसे लोगों की एक श्रृंखला को हम आराधना भवन में देखते हैं. കർത്താവേ, ഈ അധികാരികളെ എല്ലാം ഞങ്ങൾ ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഇപ്പോൾ വേർതിരിച്ച് യേശുവിന്റെ രക്തത്തിൽ മുദ്ര വെക്കുന്നു. और परमेश्वर पिता, आपके सामर्थी नाम में ऐसे लोगों को, ऐसे कुछ मशहूर लोगों को आपके लिए हम अलग करके प्रार्थना करते हैं. ഹല്ലേലൂയ. കർത്താവേ, ഹല്ലേലൂയ. ഇവിടുന്ന് ഈ രാജ്യത്തെ ഭരിക്കുവാനുള്ളവൻ എഴുന്നേൽക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി ദൂത് പറയുക. और प्रभु का आत्मा बता रहा है कि ऐसे कई लोगों को जो कई ऊंचे स्थान पर पहुंचेंगे प्रभु यहां से निकाल ले जा रहा है. സ്വർഗീയ പിതാവേ, അങ്ങയുടെ സ്നേഹത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. परमेश्वर पिता, आपके प्रेम के लिए हम आपको धन्यवाद देते हैं. കർത്താവേ, അങ്ങ് പറഞ്ഞ വാഗ്ദത്തങ്ങളെല്ലാം ഉവ്വെന്നായിരിക്കാൻ ഞങ്ങൾ ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്യും. प्रभु जी, आपके सारे वायदे आप में हाँ और आमीन है, उसके लिए हम आपको धन्यवाद देते हैं. കർത്താവേ, അങ്ങയുടെ മക്കൾ വന്ന ഭാരത്തോടെ ഇവിടുന്ന് മടങ്ങി പോകുന്നില്ല എന്നറിഞ്ഞതിൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. प्रभु जी, आज आपने हर एक को स्पर्श किया, हर एक के जीवन को रूपांतरित किया, उसके लिए हम आपको धन्यवाद देते हैं. കൊട്ട വിട്ടൊഴിഞ്ഞവരായി ഭാരങ്ങൾ മാറിയവരായി ഇവർ മടങ്ങട്ടെ. प्रभु जी, बोझहीन हालात में आपसे तसल्ली को पाकर आज अपने घरों में ये जाने पा. ഈ സമാധാനത്തോടെ പോകുക എന്ന് ഹല്ലേലൂയ ഗിദെയോനോട് പറഞ്ഞ ദൈവം ഈ സമാധാനത്തോടെ ഈ ബലത്തോടെ പോകുവാൻ അങ്ങയുടെ മക്കൾക്ക് കൃപ കൊടുക്കണമേ. प्रभु जी, इस शांति के साथ में, इस चंगाई के साथ में अपने घरों की ओर लौटने का अनुग्रह आप हर एक को प्रदान कीजिए. അങ്ങയുടെ മക്കളെ ഞങ്ങൾ ഒരുമിച്ച് പിതപുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. पिता, पुत्र, पवित्र आत्मा के नाम से मिलकर आशीषित करके प्रार्थना करें. യേശുവിൻ നാമത്തിൽ തന്നെ यीशु के नाम में मांगते हैं. आमीन, आमीन, आमीन.